വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിറ്റ് 2 മസ്റഹിയ്യത്തു ലഅബത്തുൽ മൗത്ത് അൽ ഫസ്ലു സാലിസ് ഫഖത്ത്. ലഅബത്തുൽ മൗത്ത് മരണത്തിൻ്റെ കളി, ഡെത്ത് ഗെയിം. ഈ ഒരു മസ്റഹിയ്യ ഇതിൻ്റെ 3-ാമത്തെ ഫസ്ല് മാത്രമാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് തൗഫീഖുൽ ഹക്കീമിൻ്റെതാണ്. തൗഫീഖുൽ ഹക്കീമിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. എങ്കിലും ഇവിടെ നമുക്ക് എഴുതിയെന്ന് വായിക്കാം. തൗഫീഖുൽ ഹക്കീം റായിദുൽ കിതാബത്തി ദ്രാമിയ ബില്ലുഗൽ അറബിയ ബിലാ മുനാസിഇൻ. അറബി ഡ്രാമ എഴുത്തിലെ റായിദായിട്ടാണ് തൗഫീഖുൽ ഹക്കീം കണക്കാക്കപ്പെടുന്നത്. അത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ബിലാ മുനാസിഇൻ. വുലിദ ഫിൽ ഇസ്കന്ദ്രിയ ഫി മിസ്ർ. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ജനിച്ചത്. ഫി താസിഇ മിൻ ഒക്ടോബർ ആം 1898 മിലാദിയ. 1898 ഒക്ടോബർ 9. വദറസൽ ഖാനൂന ഫി പാരീസ്. പാരീസിൽ ലോ കോളേജിൽ പഠിച്ചു, നിയമവശങ്ങൾ പഠിച്ചു. വഅംദ ബഅദൽ വഖ്തി മഅൽ കുത്താബ് ഹുനാക. ചില സമയം അവിടെയുള്ള എഴുത്തുകാരോട് കൂടെ കഴിച്ചുകൂട്ടി. വവജദ നഫ്സഹു മുൻജദിബൻ ഇലൽ മസ്റഹ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹം സ്വയം മസ്റഹിലേക്ക്, ഡ്രാമയിലേക്ക് ചായുന്നതായിട്ട്, താല്പര്യമുള്ളതായിട്ട് മനസ്സിലാക്കി. വലസിയ്യമ അദ്ദറാമ അൽ യുനാനിയ അൽ ഖദീമ. പ്രത്യേകിച്ച് പൗരാണിക ഗ്രീക്ക് ഡ്രാമകളിലേക്ക്. അസ്ന ദിറാസത്തിഹി ഫി ഫറൻസ. ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തിനിടയിൽ അസ്സറ ഫിക്റുഹുൽ ഖയാലി. അദ്ദേഹത്തിൻ്റെ ഭാവനാത്മകമായ ചിന്തകൾ സ്വാധീനം ചെലുത്തി. മിൻ ഖിബലിൽ ഉലമാ ഇൽ ഔറൂബിയീൻ. ആരെ സ്വാധീനിച്ചു? യൂറോപ്പിലെ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ. അവരെ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മിസ്ലു ആരെ പോലെ? സോഫോക്ലീസിനെ പോലെ, ഇബ്സനെ പോലെ, ലൂയി പിരാന്തല്ലനെ പോലെ, ബെർണാഡ് ഷയെ പോലെ, ഓസ്കർ വൈൽഡിനെ പോലെ, മുള്ളറിനെ പോലെ, ചുയ്ഖോവിനെ പോലെ, വോൺ ഗോയ്ത്തെ പോലെ, വഗൈറുഹും, അവരല്ലാത്തവരും. ഇങ്ങനത്തെ യൂറോപ്യരായ ചിന്തകന്മാർ, സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ, ഈ മേഖലകളിൽ പലപ്പോഴും സാഹിത്യ മേഖലയിൽ പ്രസിദ്ധിയാർജിച്ചവർ, ഡ്രാമയിൽ പ്രസിദ്ധിയാർജിച്ചവർ, അവരെയൊക്കെ തൗഫീഖുൽ ഹക്കീമിനെ സ്വാധീനിച്ചിട്ടുണ്ട്. വവജദ മിൻഹും ഫിക്റതൻ ലിതഅലീഫി മുഅല്ലഫാത്തിൻ ഫൽസഫിയ്യ. ഇവരിലൂടെയാണ് അദ്ദേഹത്തിന് തത്വചിന്തകൾ അടങ്ങിയിട്ടുള്ള, ഫൽസഫ നിറഞ്ഞിട്ടുള്ള രചനകൾ നടത്തണം എന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. വഖദ് ഇക്തസബതുഹു ഹാദിഹിൽ മസ്റഹിയ്യാത്തുൽ ഫൽസഫിയ്യ. അദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫി നിറഞ്ഞ മസ്റഹിയകൾ നേടിയിട്ടുണ്ട്. ദൗറൻ മുമയ്യിസൻ ഫി മജാലിൽ മസ്റഹിയ അൽ അറബിയ അൽ ഹദീസ. ആധുനിക അറബി മസ്റഹിയയുടെ സ്ഥാനങ്ങളിൽ വ്യതിരിക്തമായ ചില റോള്, ചില പങ്ക് ഇത്തരം മസ്റഹികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വഅസ്ബഹ റംസൻ ലിന്നഹ്ലത്തി അൽ മസ്റഹിയ്യത്തി ഫി മിസ്ർ. ഈജിപ്തിലെ മസ്റഹിയ നവോത്ഥാനത്തിൻ്റെ റംസായിട്ട്, അതിൻ്റെ ഒരു സിംബലായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. ഉഅ്തബിറത്ത് മസ്റഹിയ്യത്തു അഹ്ലിൽ കഹ്ഫ് അല്ലത്തി നുശ്റത്ത് ഫി ആം. 1933 പബ്ലിഷ് ചെയ്യപ്പെട്ട അഹ്ലുൽ കഹ്ഫ് എന്ന മസ്റഹിയ കണക്കാക്കപ്പെടുന്നു റായിദത്തൻ ഫി മജാലിൽ മസ്റഹിയ്യത്തിൽ മുസഖഫ. നല്ല തസ്ഖീഫുള്ള, വൈജ്ഞാനികമായ, സാംസ്കാരികമായ മസ്റഹിയ മേഖലകളിലെ ഏറ്റവും ഉന്നതമായ മസ്റഹിയായിട്ട് ഈ മസ്റഹിയാണ്, അഹ്ലുൽ കഹ്ഫാണ് കണക്കാക്കപ്പെടുന്നത്. തനാവലൽ ഹക്കീമു മവാദിഅ ഫൽസഫിയ്യ മുതഅദ്ദിദ ഫി മസ്റഹിയാത്തിഹി. തൗഫീഖുൽ ഹക്കീം തൻ്റെ മസ്റഹിയിൽ വൈവിധ്യങ്ങളായ ഫൽസഫയുടെ സന്ദർഭങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബിമാ ഫി ദാലിക മൗദൂഉൽ മൗത്ത്. അങ്ങനെ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ആശയമാണ് മരണം എന്നുള്ള ആശയം. ഫി സിഗരി സിന്നിഹി. തൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ കാന യഖാഫു ബിശിദ്ദത്തിൻ മിനൽ മൗത്ത്. മരണത്തെ അങ്ങേയറ്റം ഭയപ്പെടുമായിരുന്നു. ഹൈസു കാന യതഅസ്സറു ബിൽ ഹുമ്മ. അദ്ദേഹത്തിന് പനി ബാധിക്കുമായിരുന്നു. വയൽതറു ലിൽ ബഖാഇ ഫിൽ ഫിറാഷി. മാത്രമല്ല വിരിപ്പിൽ പുതച്ചു മൂടി നിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനാകും. ലിസലാസത്തി അയ്യാമിൻ. 3 ദിവസം. കുല്ലമ റഅ ജനാസത്തൻ. എപ്പോഴൊക്കെ ഒരു ജനാസ കാണുന്നുവോ, മയ്യിത്ത് കാണുന്നുവോ, അപ്പോഴൊക്കെ അത് കാരണത്താൽ പനി പിടിച്ച് കിടക്കുമായിരുന്നു. ലഅബത്തുൽ മൗത്ത് ഹിയ മസ്റഹിയ്യ. അതൊരു മസ്റഹിയാണ്. തുൽഖി ദൗ അലാ മഫ്ഹൂമിൽ മൗതി വൽ ഹയാത്തി. മരണം, ജീവിതം എന്ന കാഴ്ചപ്പാടിനെ പറ്റി വെളിച്ചം വീശുന്ന ഒരു മസ്റഹിയാണ്. മിൻ മൻളൂരി തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമിൻ്റെ വീക്ഷണഗതിയിലൂടെ. വയുംകിനു ഇഅ്തിബാറഹു നസ്സൻ. ഇതിനൊരു നമുക്കൊരു ടെക്സ്റ്റായി പരിഗണിക്കാം. അല്ലഫഹു തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീം രചിച്ച യുദ്ഹിറു ഫീഹി. അതിൽ അദ്ദേഹം
പ്രകടമാക്കുന്നു തമറുദഹു അലാ മഖാവിഫിഹി വഹുബ്ബിഹി ലിൽ ഹയാത്ത്, മരണത്തോടുള്ള പേടി എന്നതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവം, മരണപ്പേടി വേണ്ടതില്ല എന്നുള്ള മരണപ്പേടിയോടുള്ളൊരു ഏറ്റുമുട്ടൽ, അതോടൊപ്പം വഹുബ്ബിഹി ലിൽ ഹയാത്ത്, ജീവിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഈ ആശയത്തെയാണ് അദ്ദേഹം ഈ ടെക്സ്റ്റിലൂടെ രചിച്ചിട്ടുള്ളത്. തുഅ്തബറു ഹാദിഹിൽ മസ്റഹിയ്യ, ഈ മസ്റഹിയ കണക്കാക്കപ്പെടുന്നു വാഹിദത്തൻ മിൻ അബ്റസിൽ അഅമാലിൽ അദബിയ്യ, സാഹിത്യ വർക്കുകളിലെ ഏറ്റവും പ്രകടമായ ഒരു വർക്കായിട്ട്, അല്ലത്തി തനാവലത്ത് ഹാദൽ മൗദൂഅ, ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഫിൽ അദബിൽ അറബി സാഹിത്യത്തിൽ. ഹൈസ് നജഹത്ത് ഫി ഇസാറത്തിൽ കസീരി മിനത്ത് തസാഉലാത്ത്, എത്രത്തോളം അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തിൻ്റെ കാര്യത്തിൽ? ഫി ഇസാറത്തിൽ കസീരി മിനത്ത് തസാഉലാത്ത്, ധാരാളം ചോദ്യങ്ങളെ ഇളക്കിവിടുന്ന വിഷയത്തിൽ. വന്നിഖാശാത്തിൽ ഫൽസഫിയ്യ വൽ ഇജ്തിമാഇയ്യ, സാമൂഹിക അതേപോലെ ഫൽസഫ നിറഞ്ഞ ചർച്ചകളും ഇളക്കിവിടാൻ. ഫിൽ ആലമിൽ അറബ് ലോകത്തും വൽ ആലമി, ലോകാടിസ്ഥാനത്തിൽ തന്നെയും അദ്ദേഹത്തിന് സാധിച്ചു, അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇന്നൽ മസ്റഹിയ ലഅബത്തുൽ മൗത്ത്, ഈ മസ്റഹിയ തുഅ്തബറു ലൈസ ഫഖത്ത് അമലൻ അദബിയ്യൻ മുമയ്യിസൻ, ഇതൊരു വ്യതിരിക്തമായ സാഹിത്യ വർക്കാണ് എന്നത് മാത്രമല്ല പരിഗണിക്കപ്പെടേണ്ടത്. ബൽ എന്നാൽ ഹി ഐദൻ, അതോടൊപ്പം അത് അമലുൻ ഫൽസഫിയൻ, ഒരു ഫിലോസഫി വർക്കാണ്. യഫ്തഹുൽ മജാൽ, വാതിലുകൾ മേഖലകൾ തുറന്നു കൊടുക്കുന്ന, എന്തിനുള്ള? ലിസ്തിക്ഷാഫി വത്തഅമ്മുൽ, ചിന്തക്കും സൂക്ഷ്മ പരിശോധനക്കും. ഫി മഅനൽ ഹയാത്തി വൽ മൗതി, മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആശയങ്ങളെപ്പറ്റിയുള്ള സൂക്ഷ്മ പരിശോധനക്കുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന. പിന്നെ വൽ ഇൻസാനിയ, മാനുഷ്യ മൂല്യത്തെപ്പറ്റിയും. ബിശക്ലിൻ അമീഖിൻ മുഅഖദിൻ, അതിസങ്കീർണമായ അതിസൂക്ഷ്മമായ ആഴമേറിയ നിലക്ക്. തുആലിജു ഫീഹ, അതിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ഖദായ, വിഷയങ്ങളെ, ഇഷ്യൂകളെ, മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ, തതഅല്ലഖു ബിൽ മൗത്ത്, മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. മിസ്ലു, ഏതുപോലെ അൽ ഖൗഫ് മിൻഹു, മരണത്തെക്കുറിച്ചുള്ള പേടി. വത്തസഉലാതു ഹൗല മാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. വകൈഫിയത്തു തഅ്സീരിൽ മൗത്ത് അലൽ ഹയാത്തിൽ ബശരിയ്യ, മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് മരണം സ്വാധീനിക്കുന്നത്? ബിശക്ലിൻ ആമിൻ, പൊതുവായ നിലക്ക് നോക്കുമ്പോൾ. ഈ കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. കമാ യഅ്കിസുൽ മുഅല്ലിഫു ഫി ഹാദിഹിൽ മസ്റഹിയ്യത്തി ഐദൻ, അതോടൊപ്പം ഗ്രന്ഥകാരൻ ഈ മസ്റഹിയിൽ പ്രതിഫലിപ്പിക്കുന്നു അൽ ജവാനിബൽ ഇജ്തിമാഇയ്യ, സാമൂഹിക വിഷയങ്ങളെ, ഭാഗങ്ങളെ, വൻ നഫ്സിയ്യ, മാനസിക മേഖലകളെ, ലിമഫ്ഹൂമിൽ മൗത്ത്, മരണമെന്ന ധാരണയെപ്പറ്റി. മിമ്മ യജ്അലുഹാ മഹത്ത അൻളാരിൽ ജംഹൂരി, ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും പൊതുജനത്തിൻ്റെ വീക്ഷണങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറ്റുന്നുണ്ട്. വന്നുക്കാദി, അതോടൊപ്പം നിരൂപകന്മാരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ വീക്ഷണ കേന്ദ്രം എന്നത് അതിനെ ആക്കി തീർക്കാൻ അദ്ദേഹം സാധിച്ചു. അല ഹദ്ദിൻ സവാ, ഒരേ സമയം, അതും സാധാരണക്കാർക്കും അതേപോലെ നിരൂപകന്മാർക്കൊക്കെ ചർച്ചക്കുള്ളൊരു വേദിയായിട്ട്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു അവസരമായിട്ട് ഈ ഡ്രാമ അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തത് മുലഖസുൽ മസ്റഹിയ്യ, മസ്റഹിയയുടെ അതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മസ്റഹിയത്തുൽ ലഅബത്തുൽ മൗത്ത് ലിൽ മുഅല്ലിഫിൽ മിസ്രി തൗഫീഖുൽ ഹക്കീം, ഈജിപ്ഷ്യൻ എഴുത്തുകാരനായ തൗഫീഖുൽ ഹക്കീമിൻ്റെ മസ്റഹിയാണ് ലഅബത്തുൽ മൗത്ത്, മരണത്തിൻ്റെ കളി. തുഅദ്ദു മിനൽ അഅമാലിൽ മസ്റഹിയ്യൽ ബാരിസ ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിലെ വളരെ ഉന്നതമായ മസ്റഹിയ വർക്കുകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. തമ്മ കിതാബത്തുഹാ ഫി ആം, 1957 അതിൻ്റെ എഴുത്ത് അദ്ദേഹം പൂർത്തിയാക്കി. വതതനാവലു മവാദിഅ അമീഖ, ആഴമേറിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. മിസ്ലു, ഏതുപോലെ? അൽ ഇന്തിഖാം, പ്രതികാരം, വൽ മൗത്ത്, മരണം, വൽ ഹുർരിയ, സ്വാതന്ത്ര്യം, ഈ വിഷയങ്ങളൊക്കെ. വതുഖദ്ദിമു റുഇയ ഫൽസഫിയ്യ, അദ്ദേഹം ചില ഫിലോസഫി നിറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്നു. തുൽഹിമു തഅമ്മുൽ വ തഫ്കീർ, അത് ചിന്തക്കും അതുപോലെ ആലോചനക്കും പ്രചോദിപ്പിക്കുന്ന ഫിലോസഫിയാണ്. തദൂറു അഹ്ദാസുൽ ഖിസ്സ ഹൗല ശഖ്സിയത്തി മുഅർരിഖിൻ, ഒരു മുഅർരിഖ്, ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരൻ എന്ന ഒരു വ്യക്തി, ഒരു കഥാപാത്രം, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ നടക്കുന്നത്. യഈഷു ഫി ഹാലത്തി മിനൽ യഅ്സി വൽ ഇൻകിസാരി, അദ്ദേഹം ജീവിക്കുന്നത് യഅ്സ്, ഇൻകിസാർ, തകർച്ചയുടെയും നിരാശയുടെയും അവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു ചരിത്രകാരനാണ്. എന്തുകൊണ്ടാണ് ആ ഒരു തകർച്ച ഉണ്ടായിട്ടുള്ളത്? ബിസബബി തജാറുബിഹി അസ്സുഊബ, വളരെ പ്രയാസകരമായ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായ കാരണത്താൽ. വൽ ഹുറൂബ്, യുദ്ധങ്ങളും, അല്ലത്തി മറബിഹ, തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ. യഫ്ഖുദുൽ മുഅർരിഖു ഹയാത്ത് ബിനിഹി, മുഅർരിഖിന് തൻ്റെ മകൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നു. വ സൗജത്തിഹി, തൻ്റെ ഭാര്യയെയും, ഫിൽ ഹർബി, യുദ്ധത്തിൽ. വയക്തശിഫു അന്നഹു, അവിടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്, അന്നഹു മുസാബൻ, അദ്ദേഹത്തിന് ബാധിക്കുന്നുണ്ട്. ആ കാര്യം അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. എന്ത് ബാധിച്ചിട്ടുണ്ട്? ബിമാറദിൻ മുമീത്തിൻ, മാരകമായ ഒരു രോഗം. നതീജത്തൽ ഇഷ്ആഇ ദുർരി, അറ്റോമിക് റേഡിയേഷൻ്റെ ഫലമായിട്ട് ഒരു മാരകമായ രോഗം അദ്ദേഹത്തിന് ബാധിച്ചു എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. വല്ലദീ സയുഹദ്ദിദു, അതാവട്ടെ നിർണയിക്കുന്നുണ്ട്, നിഹായത്തെ ഹയാത്തിഹി, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വിധിച്ചതാണ്. ഖിലാല 3 or 4 മാസം,
അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതവും അവസാനിക്കും. അങ്ങനത്തെ മാരക രോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത് എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. വമിൻ സമ്മ ഇവിടെ ഫഹുവ യുഖത്തിത്തു അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു ലിലാബിൻ ഒരു ഗെയിമിന്, അത് ലാബത്തൽ മൗത്തി മരണത്തിൻ്റെ ഗെയിമാണ്, ബിഹയാത്തിൽ ആഖരീൻ മറ്റുള്ളവരുടെ ജീവിതം വെച്ചുകൊണ്ട്, വ ഇഅ്ലാമിഹിം അവരെ അറിയിക്കാനാണ്, ബിമദൽ ദുൽമി അക്രമത്തിൻ്റെ തോത് എത്രയുണ്ട്, ഹീനമയൽ അബൂന ബിഹയാത്തിൽ ആഖരീൻ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് കളിക്കുമ്പോൾ അക്രമത്തിൻ്റെ തോത് എത്രമാത്രമായിരിക്കുമെന്ന് മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഗെയിം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹദഫൽ മുഅർരിഖു ചരിത്രകാരൻ ലക്ഷ്യം വെച്ചു മിൻ ഖിലാലി ഹാദൽ ലഅബി ഈ ഒരു ഗെയിമിലൂടെ ഇല ഈസാൽ റിസാലത്തിൻ ഖവിയ്യ വലിയൊരു സന്ദേശം കൊടുക്കാനാണ്, ഇലദ്ദുവൽ രാജ്യങ്ങൾക്ക്, വൽ ഖുവ ശക്തികൾക്ക്, അല്ലത്തി തഖൂദുൽ ഹർബ വൽ ബുഅ്സ് ദുരിതങ്ങളും യുദ്ധങ്ങളും നയിക്കുന്ന ആളുകൾക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്നാണ് ഈ ഗെയിം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. യസ്തഖ്ദിമുൽ മുഅർരിഖു ചരിത്രകാരൻ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ജിഹാസ തസ്ജീലിൻ ഒരു റെക്കോർഡിംഗ് ഉപകരണം, ലിയക്ഷിഫ ഹഖീഖത മുആമറാത്ത് ഷഖ്സിയാത്തിൽ മുഷാറക ഫിൽ ലഅബി ഈ ഗെയിമിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ഗൂഢാലോചനയുടെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ ഓരോ സന്ദർഭത്തിലും റെക്കോർഡ് ചെയ്തു വെക്കാൻ ഒരു റെക്കോർഡിംഗ് ഡിവൈസും കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നു. വല്ലത്തി തഹദു ഫീല ഖത്ലിഹി അതാവട്ടെ ആ ഗെയിം ഉദ്ദേശിക്കുന്നതിനാണ് അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളതാണ്. ലാക്കിൻ അൽ അഹ്ദാസ് പക്ഷേ സംഭവങ്ങൾ തഅഖുദു മുൻഅതിഫൻ അത് തലതിരിഞ്ഞു വരുന്നു, ഗൈറ മൗത്ത് മുതവഖ്ഖഇൻ അപ്രതീക്ഷിതമായിട്ട്, ഇൻദമാ തഖഉ ക്ലിയോപാട്ര വീഴുന്നതോടുകൂടെ അറാഖിസ അവൾ നർത്തകിയാണ്, ഫി ഹുബിൽ മുഅർരിഖി ഈ ചരിത്രകാരൻ്റെ പ്രണയത്തിൽ, വതുൽഹിറു അവൾ പ്രകടിപ്പിക്കുന്നു, നവായഹ അൽ ഹഖീഖിയ യഥാർത്ഥ അവളുടെ ലക്ഷ്യങ്ങളെ, വസ്വാദിഖ സത്യസന്ധവുമായിട്ടുള്ള, തുജാഹു അദ്ദേഹത്തിന് നേരെയുള്ള. ഫിൽ മഷ്ഹദിൽ അവൽ രംഗം 1 യസ്റുദുൽ മുഅർരിഖു ഖുത്തത ലഅബിൽ മൗതി വദവാഫിഅഹ ഈ മുഅർരിഖ് ചരിത്രകാരൻ തൻ്റെ മരണ ഗെയിമിൻ്റെ പ്ലാനുകൾ അവതരിപ്പിക്കുന്നു, അതിൻ്റെ പ്രേരകങ്ങളെയും അവതരിപ്പിക്കുന്നു. വഹുവ യസ്തദ്രിജു ക്ലിയോപാട്ര ഇലൽ ലഅബ് ഈ ഗെയിമിലേക്ക് ക്ലിയോപാട്രയെ അദ്ദേഹം വിളിച്ചു വരുത്തുന്നു. വഹിയ റാഖിസ ഫിൽ മൽഹ അത്വാഊസ് അദ്ദഹബി അത്വാഊസ് അദ്ദഹബി എന്ന മൽഹന നൈറ്റ് ക്ലബ്ബിലെ ഒരു നർത്തകിയാണ് ക്ലിയോപാട്ര. അവളെ ഈ ഗെയിമിലേക്ക് ക്ഷണിക്കുകയാണ്. അറള വസിയത്തുഹു ലഹ അൽ ബാലിഗ അവൾക്ക് വലിയ ഒരു വസിയത്ത് അവൾക്ക് വേണ്ടി അദ്ദേഹം മുന്നിൽ വെക്കുന്നു. അതെന്താണ്? 20,000 ജുനൈഹ് മിസ്രിയാണ്, ഈജിപ്ഷ്യൻ നാണയമായ പണമായ 20,000 രൂപ അത് അവൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ സമ്പാദ്യം മുഴുവനും അവൾക്ക് വസിയത്തായിട്ട് നൽകുന്നു ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് കൊണ്ട്. ഫഖത്ത് ലി അന്ന ഇസ്മഹ യഷ്ബഹു ഇസ്മൽ മലിക അൽ ക്ലിയോപാട്ര അൽ ഖദീമ അവളെ ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ്? അവളുടെ പേര് സാദൃശ്യപ്പെടുന്നു ആരുമായിട്ട്? ഇസ്മൽ മലിക് അൽ ക്ലിയോപാട്ര അൽ ഖദീമ പഴയ ക്ലിയോപാട്ര എന്ന രാജ്ഞിയുടെ പേരുമായിട്ട്, പണ്ട് ജീവിച്ചു പോയ ആ രാജ്ഞിയുടെ പേരുമായിട്ട് അവളുടെ പേരിന് ബന്ധമുണ്ട് എന്ന കാരണം കൊണ്ടാണ് അവളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. വയതവക്കൽ മുഅർരിഖ് പ്രതീക്ഷിക്കുന്നുണ്ട്, ചരിത്രകാരൻ പ്രതീക്ഷിക്കുന്നു, അന്ന ക്ലിയോപാട്ര സത്തത്ത് ആമറോ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഗെയിമിൽ അവൾ പങ്കെടുക്കുമ്പോൾ അവൾ ഗൂഢാലോചന നടത്തണം, മഅശീഖിഹ അവളുടെ ഉടപ്പിറപ്പുമായിട്ട് അല്ലെങ്കിൽ അവളുടെ കാമുകനൊത്ത്, അതോടൊപ്പം തന്നെ വസ്വാഹിബ അൽ മൽഹ അവിടുത്തെ മൽഹയുടെ ആ ഒരു ക്ലബിൻ്റെ ഉടമസ്ഥയുമൊത്ത് ലി ഖത്ലിഹി അവനെ വധിക്കണമെന്ന്, വൽ ഹുസൂൽ അലൽ വസിയ്യ അങ്ങനെ ഇയാൾ കൊടുത്ത വസിയ്യത്ത് അവർ സ്വന്തമാക്കുമെന്ന്. ഇതാണ് മുഅർരിഖ് പ്രതീക്ഷിക്കുന്നത്. അവൾ കുറച്ചാളുകൾ അവളുടെ ആൾക്കാർ സ്വന്തക്കാരെ കൂട്ടിക്കൊണ്ട് ഇയാളെ കൊല്ലും, അങ്ങനെ അവർ ഈ സ്വത്ത് കരസ്ഥമാക്കും. ഫിൽ മഷദിസ് താലി തുടർന്നുള്ള രംഗം തസുലുൽ ക്ലിയോപാട്ര ഇല ഗുർഫത്തുൽ മുഅർരിഖ് നമ്മുടെ ചരിത്രകാരൻ്റെ റൂമിലേക്ക് അവൾ വരുന്നു. ബിൽഫുന്ദുഖ് ആ ഹോട്ടലിലെ വമഅഹ ഹഖീബ അവളെ കയ്യിലൊരു ബാഗുണ്ട്. യതവക്കൽ മുഅർരിഖ് അപ്പോൾ മുഅർരിഖ് പ്രതീക്ഷിക്കുന്നു അന്നഹ തഹ്തവി അലാ സിലാഹിൻ ലിഖത്ലിഹി അവളുടെ ബാഗിൽ ഒരു സിലാഹ് ഉണ്ടാകും, ഒരു ഉപകരണം ഉണ്ടാകും അയാളെ കൊല്ലാനുള്ള. ലാക്കിന്ന ക്ലിയോപാട്ര തഖൂൽ പക്ഷേ ക്ലിയോപാട്ര പറയാണ് ഇന്നഹ തഹ്തവി അലാ ഫുസ്താൻ റഖ്സിഹ അതിലുള്ളത് അവളുടെ നൃത്തത്തിന് വേണ്ട വസ്ത്രങ്ങൾ മാത്രമാണ്. വതുഖ്രിജു മിൻഹാ സുന്ദൂഖൈനി എന്നിട്ട് 2 പെട്ടികൾ അതിൽ നിന്ന് പുറത്തെടുക്കുന്നു. മിൻ അഹദി സനാദീഖി ആ പെട്ടിയിൽ ഒരു പെട്ടിയിൽ അഖ്റജത്ത് സുബാനൻ അവളൊരു പാമ്പിനെ പുറത്തെടുത്തു. ഗൈറ സാമിൻ വിഷമില്ലാത്ത. വഖാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു ഇന്നഹ അഹ്ലറതുഹു അവൾ അത് കൊണ്ടുവന്നത് ലി മുമാറസത്തി ഫിഅലിൽ മൗത്തിൽ ഹാദിഇ ശാന്തമായ മരണം എന്ന പ്രവൃത്തിയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ബഅദ ലദഅതിഹി ആ പാമ്പ് കൊത്തുന്നതോടുകൂടെ ലദഅതിഹി സുബാൻ ആ പാമ്പ് അവനെ കൊത്തുന്നതോടുകൂടെ ദിൽറക്സത്തി ഹത്താലിയ അങ്ങനെ തുടർന്നുള്ള അവളുടെ നൃത്തത്തിന് അത് മുഷബ്ബഹത്തൻ ഇയാഹ തുടർന്നുള്ള നൃത്തത്തിന് വേണ്ടി അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതിലൂടെ അവൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇലാ ഹദ്ദിൻ കബീർ ഒരു പരിധിവരെ ബി ക്ലിയോപാട്രയെ അല്ലത്തി തഅറളത് അവൾ ഏത് ക്ലിയോപാട്ര നമ്മൾ രാജ്ഞി ക്ലിയോപാട്ര അല്ലത്തി തഅറളത്
അവൾ വിധേയമായി മിൻ സുഅബാൻ സാം വിഷമുള്ള പാമ്പിൻ്റെ കൊത്തേറ്റുകൊണ്ട് ഹത്തൻ നിഹായ അവസാനം ആ ക്ലിയോപേട്രയ്ക്ക് അങ്ങനെ വിഷമുള്ള പാമ്പിൻ്റെ കൊത്തേറ്റല്ലോ, അതേപോലെ അവളെപ്പോലെ അഭിനയിക്കാൻ വേണ്ടി തൻ്റെ റക്സയിൽ തൻ്റെ നൃത്തത്തിൽ അവളെപ്പോലെ ആകാൻ വേണ്ടി അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷമില്ലാത്ത പാമ്പുമായിട്ട് വന്നത് എന്ന് അവൾ പറയുന്നു. വഖല്ലസൽ മുഅരിഖു ഇലാ അന്ന ത്വരീഖത്തൽ മൗത്ത്, ഇതിലൂടെ ചരിത്രകാരൻ മനസ്സിലാക്കുന്നത് മരണം എന്ന വഴി അല്ലത്തി ഖത്തത് ലഹ, അവൾ ചെയ്ത പ്ലാൻ പ്രകാരം ക്ലിയോപേട്രക്ക് ഹിയ അൻ ത്വരീഖ് ദാത്തി സുഅബാൻ, അതെന്താണ് സുഅബാനെ പാമ്പ് കൊത്തിയിട്ടുള്ള മരിക്കുക എന്ന രീതിയാണ് പ്ലാൻ ചെയ്തതെന്ന് മുഅരിഖ് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്ലിയോപേട്ര രാജ്ഞിയായ ക്ലിയോപേട്ര ജീവിച്ചിട്ടുണ്ടല്ലോ, അവരുമായിട്ട് കൃത്യമായ സാമ്യം പുലർത്തിക്കൊണ്ടാണ് ഈ ഡ്രാമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയോപേട്രയെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. ഏത് ക്ലിയോപേട്ര? പണ്ട് ജീവിച്ച രാജ്ഞിയായ ക്ലിയോപേട്ര. കാരണം അത് മനസ്സിലാകുമ്പോഴാണ് ഈ കഥയിലെ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ ക്ലിയോപേട്ര എന്ന് പറഞ്ഞാൽ ടോളമി 12ാമൻ്റെ മകളായിരുന്നു ക്ലിയോപേട്ര. BC 51 ഈ ടോളമി 12ാമൻ മരിച്ചപ്പോൾ അന്ന് ക്ലിയോപേട്രയ്ക്ക് 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള ക്ലിയോപേട്രയും പിന്നെ ഒരു സഹോദരനും അഥവാ ടോളമി 13ാമനും കൂടിയിട്ടാണ് അന്ന് ഈജിപ്തിൽ ഭരണം നടത്തിയത്. അതൊക്കെ BC-യിലാണ്. ഈ സമയം റോമാ ചക്രവർത്തി ജൂലിയസ് സീസർ മൂപ്പര് അധികാര വ്യാപനത്തിന് വേണ്ടി ലോകം മൊത്തം കീഴടക്കി മുന്നോട്ട് നീങ്ങണം. അങ്ങനെ ഈജിപ്തിലേക്ക് വന്നു, ഈജിപ്ത് ആക്രമിച്ചു. ഈ സമയത്ത് ഭരണാധികാരിയായ തൻ്റെ സഹോദരൻ ടോളമിയോട് തെറ്റി നിൽക്കുകയായിരുന്നു ക്ലിയോപേട്ര. അതുകൊണ്ട് തന്നെ ടോളമി സ്വയം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ജൂലിയസ് സീസർ ആക്രമിച്ചപ്പോൾ ടോളമി പേടിച്ചു അവിടുന്ന് ഓടി നൈൽ നദിയിൽ ചാടി മരണപ്പെടുകയാണ്. ഈ സമയം ജൂലിയസ് സീസർ എന്ത് ചെയ്തു? അവിടെ ഭരണം പിടിച്ചെടുത്തു. ആ സമയത്ത് ക്ലിയോപേട്ര കൊട്ടാരത്തിലേക്ക് തന്ത്രപൂർവ്വം എത്തുന്നുണ്ട്. ക്ലിയോപേട്ര സൗന്ദര്യം കണ്ട് ജൂലിയസ് സീസർ ആ സൗന്ദര്യത്തിൽ ആകർഷണനാവുന്നു, പ്രണയത്തിലാവുന്നു. അങ്ങനെ ഈജിപ്ഷ്യൻ ആചാരപ്രകാരം അവളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഈജിപ്തിൻ്റെ ഭരണം പിന്നീട് ക്ലിയോപേട്രയെ ഏൽപ്പിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും ക്ലിയോപേട്രയിൽ ഭരണമെത്തി. പിന്നെ ആ സമയത്ത് ക്ലിയോപേട്രയിലും പിന്നെ തൻ്റെ അനിയനായ ടോളമിയെയും കൂടി എന്ത് ചെയ്തു? ആ ഭരണത്തിൽ പങ്കാളിയാക്കി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ലിയോപേട്രയ്ക്ക് ജൂലിയസിനും കൂടിയിട്ടൊരു ആൺകുഞ്ഞ് പിറന്നു. ചെറിയ സീസർ എന്നർത്ഥമുള്ള സിസേറിയൻ എന്ന പേര് ആ മകന് കൊടുത്തു. മകൻ കുറച്ച് വലുതായപ്പോൾ ക്ലിയോപേട്ര ജൂലിയസ് സീസറിനോട് പറഞ്ഞു, മോനെ അധികാരം ഏൽപ്പിക്കണം, ഈജിപ്തിൻ്റെ അധികാരം ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ സീസർ അതിന് കൂട്ടാക്കിയില്ല. സീസർ അത് നിഷേധിച്ചു. അപ്പോൾ ഈ സമയം അനിയൻ ടോളമി സഹഭരണാധികാരിയാണ്. പക്ഷേ ക്ലിയോപേട്ര മകന് പൂർണ്ണമായിട്ടും ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അനിയനെ വിഷം കൊടുത്ത് വധിച്ചു. അങ്ങനെ മകൻ എന്താക്കി? പിന്നെ ഭരണാധികാരിയാക്കി. പിന്നീട് അച്ഛൻ സീസർ മരണപ്പെട്ടപ്പോൾ റോമൻ്റെ ഭരണാധികാരി മാർക്ക് ആൻ്റണി അധികാരത്തിൽ വന്നു. ആ സമയത്ത് മാർക്ക് ആൻ്റണി തൻ്റെ കീഴിലുള്ള എല്ലാ ചെറു രാജ്യങ്ങളും പ്രദേശങ്ങളും റോമിനോട് കൂറു പുലർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ലിയോപേട്രയോട് അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ക്ലിയോപേട്ര റോമിലെത്തുന്നു. ഇതോടെ ക്ലിയോപേട്രയുടെ സൗന്ദര്യം കണ്ട് ഈ മാർക്ക് ആൻ്റണിയും അവളോട് ഇഷ്ടത്തിലാകുന്നു. അങ്ങനെ അവർക്ക് പിന്നീട് ഇരട്ട ആൺകുഞ്ഞുങ്ങൾ പിറക്കുന്നു. പിന്നീട് സീസറിൻ്റെ മറ്റൊരു ബന്ധുവായ ഒക്ടോവിയൻ എന്ത് ചെയ്തു? ഈജിപ്ത് ആക്രമിച്ച് പിടിച്ചെടുത്തു. അവിടെ മാർക്ക് ആൻ്റണി ഈജിപ്ത് നഷ്ടപ്പെട്ട സങ്കടത്തിൽ, റോം നഷ്ടപ്പെട്ട സങ്കടത്തിൽ ആത്മഹത്യ ചെയ്തു. ഈ സമയം ക്ലിയോപേട്ര മരിക്കാൻ തീരുമാനിച്ചു. ക്ലിയോപേട്രയും ആത്മഹത്യ ചെയ്തു. പക്ഷേ ക്ലിയോപേട്ര ആത്മഹത്യ ചെയ്തത് എന്താ ചെയ്ത്? ചില വിഷപ്പാമ്പുകളെടുത്ത് കുത്തിച്ചുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒക്ടോവൻ എന്ത് ചെയ്തു? ഈജിപ്തിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും റോമിലേക്ക് ചേർത്തു. ഇനിയൊരു സീസർ ഉണ്ടാകാതെക്കാൻ വേണ്ടിയിട്ട് സിസേറിയനെയും വധിച്ചു. മറ്റു കുഞ്ഞുങ്ങളെ പിന്നീട് അവനെന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് അകറ്റുന്നുണ്ട്. ഈ നിലക്കാണ് ആ കഥ പോകുന്നത്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലിയോപേട്രയുടെ ഈ പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യയും അതേപോലെ കൊല്ലലും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെയെല്ലാം ഈ ഡ്രാമയിലൂടെ ഇതിവൃത്തമായി കൊണ്ടുവരുന്നതും ചർച്ച ചെയ്യുന്നതും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം ഇത് വായിക്കാൻ. അല്ലെങ്കിൽ ഇത് വായിക്കുന്നിടത്തൊരു ക്ലാരിറ്റി നമുക്കുണ്ടാവില്ല. ഇനി മുലഖസുൽ ഫസ്ലി സാലിസ്, നമ്മുടെ ചാപ്റ്റർ 3-ാം ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഖുലാസ, നേരത്തെ പറഞ്ഞ മൊത്തം മസ്റഹയുടെ ഖുലാസയാണ്. 3-ാം ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വഫിൽ മഷ്ഹദി സാലിസ്, 3-ാമത്തെ രംഗം, ഇസ്തൈഖദൽ മുഅർരിഖ് ഫി സ്വബാഹ്, രാവിലെ ചരിത്രകാരൻ എഴുന്നേൽക്കുന്നു. വകാന മുതഫാജിഅൻ, വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അദ്ദേഹം എണീക്കുന്നത്. ഹൈസു മറത്തിൽ ലൈലത്തു, രാത്രി കഴിഞ്ഞു പോയിട്ടുണ്ട്. വലം യഹ്ദസ് ലഹു ഷൈഉൻ, ഒന്നും സംഭവിച്ചിട്ടില്ല. യുഹാവിൽ മുഅർരിഖുൽ ഉസൂർ അല സുഅബാനി സാം, വിഷപ്പാമ്പിനെ കണ്ടെത്താൻ വേണ്ടി
ചരിത്രകാരൻ ശ്രമം നടത്തുന്നു. അല്ലദീ യഅ്തഖിദ്, അവൻ ഉറച്ചു വിശ്വസിക്കുന്നു, അന്ന ക്ലിയോപേട്ര തറക്കത്തുഹു ഫി ഗുർഫതിഹി, ക്ലിയോപേട്ര എന്ത് ചെയ്തിട്ടുണ്ടാവും, തൻ്റെ റൂമിൽ ആ പാമ്പിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, മിൻ അജ്ലി ഖത്ലിഹി, ഇയാളെ വധിക്കാൻ വേണ്ടി. ലാകിന്നഹു ലം യജിദ്ഹു, പക്ഷേ അദ്ദേഹം കാണുന്നില്ല. ഇൻദമ ഇത്തസലത്ത് ബിഹി ക്ലിയോപേട്ര, അങ്ങനെ ഇൻദമ ഇത്തസലത്ത് ബിഹി ക്ലിയോപേട്ര, പിന്നീട് ക്ലിയോപേട്ര അയാളെ അടുത്ത് വന്ന് അയാളെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇഫ്തറദ അന്നഹ ഖാദിമ, അവിടെ ചരിത്രകാരൻ വിചാരിക്കുന്നു അവൾ വന്നിട്ടുള്ളത് ബിഖുത്തത്തിൻ ഉഖ്റ ലി ഖത്ലിഹി, വേറൊരു പ്ലാനുമായിട്ടാണ് അയാളെ കൊല്ലാൻ വേണ്ടി. ലിഅന്നഹ ഫശലത്ത് ഫി ഇജ്റാഇ ജരീമതിഹ, പക്ഷേ ഒന്നാമത്തെ അവൾ തന്ത്രം പാളി എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ തന്ത്രവുമായിട്ടായിരിക്കും അവൾ വന്നിട്ടുള്ളത് എന്ന് ചരിത്രകാരൻ വിചാരിക്കുന്നു. സഅൽ മുഅർരിഖു അൻ സബബി സിയാറത്തിഹ, അവിടെ മുഅർരിഖ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവൾ വന്നത് എന്നത്. ഫഖ്ബറത്തുഹു, അപ്പോൾ അവൾ അറിയിക്കുന്നു, അന്നഹ തർഗബു ഫി ഇബ്ലാഗിഹി, അവളെ വിവരമറിയിക്കാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുന്നു, അതിന് വന്നതാണ്. എന്ത് വിവരം? അൻ ഹഫ്ലത്തി ഈദി മീലാദിഹ, അവളെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തെപ്പറ്റി. ബഅദ മുൻതസഫിൽ ലൈലി, ആ ആഘോഷം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. വല്ലത്തിലം തർഗബ ഫി ഹുദൂരിഹ, പക്ഷേ അവൻ അവിടെ വരണം എന്നത് അവൾ ആഗ്രഹിക്കുന്നില്ല. കാനത്ത് തഖ്ഷ, കാരണം അവൾ ഭയപ്പെടുന്നു, ഫുഖ്ദാന കറാമത്തിഹി ബിസ്സുക്കർ, അവൾക്ക് ലഹരി ബാധിച്ച് അവളെ എല്ലാ മാന്യതയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. ഫി മിസ്ലി ഹാദൽ മക്കാൻ, ഈ ഒരു സന്ദർഭത്തിൽ. അതുകൊണ്ട് അയാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അയാൾ വിവരമറിയിക്കാനാണ് വന്നത് എന്ന് ആ വരവിൻ്റെ ഉദ്ദേശം പറയുന്നു. വലാകിന്നഹു ലാ യസാലു ഖർറ ദഹാബ്, പക്ഷേ നമ്മുടെ മുഅർരിഖ് ചരിത്രകാരൻ തീരുമാനിക്കുന്നു അവളെ ആ സന്ദർഭത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നു. ഇഷ്തബഹ അന്ന ദഅവ ജുസ്ഉം മിൻ ഖുത്തത്തി ലിഖത്ലിഹി, അവൻ സംശയമുണ്ട് അവൾ അദ്ദേഹത്തെ ക്ഷണിച്ചത് അയാളെ വധിക്കുക എന്ന പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. ബഅദൻ ഗാദറത്ത്, അവൾ തിരിച്ചു പോയപ്പോൾ ദഹബ ഇല ജിഹാദ് തസ്ജീൽ, തൻ്റെ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണത്തിനടുക്കിലേക്ക് ചെല്ലുന്നു. അല്ലദീ കാന യസ്തഖ്ദിമുഹു ലി ഇസ്ബാത്തി നിയ്യത്തി റാഖിസ, എപ്പോഴും ഈ നർത്തകിയുടെ നിയ്യത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തസ്ജീലാണ്. ഫി ഖത്ലിഹി, തന്നെ വധിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ. ഖായിലൻ, അങ്ങനെ ആ റെക്കോർഡിൽ അയാൾ പറയുന്നു, ജാഅത്ത്, അവൾ വന്നു, വഖ്ബറത്നി, അവൾ എന്നെ അറിയിച്ചു, ബി അന്ന ഹഫ്ലത ഈദി മീലാദിഹ, അവളുടെ ജന്മദിനാഘോഷം, അക്കദത്ത്, അത് ദാലിക, ആ ജന്മദിന ആഘോഷം അത് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൾ അറിയിച്ചു. സഅതഖല്ലസു മിൻ നവായഹ അല്ലൈല, അങ്ങനെ ഞാൻ അവളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഈ രാത്രി ഞാൻ രക്ഷപ്പെടും എന്ന് ആ റെക്കോർഡിംഗ് ഉപകരണത്തിൽ വെച്ച് അത് റെക്കോർഡ് ചെയ്ത് പറയണം. ഫി ഹാദൽ മഷ്ഹദ് യസ്റദുൽ മുഅർരിഖ്, ഈ ഒരു വേളയിൽ രംഗത്തിൽ നമുക്ക് കാണാൻ പറ്റും ചരിത്രകാരൻ കഥ പറയുന്നുണ്ട്. മഅ ക്ലിയോപേട്രയോട് ഹുബ്ബഹു വഹയാത്തുഹു മഅ സൗജത്തിഹി വബിനിഹി, അയാളുടെ പ്രണയ ജീവിതവും അയാളുടെ യഥാർത്ഥ ജീവിത വിഷയങ്ങളൊക്കെ ആരുമായിട്ടുണ്ടായിരുന്ന, അയാളുടെ ഭാര്യയുമായിട്ടും അയാളുടെ മകനുമായിട്ടുണ്ടായിരുന്ന. വേർവി, അങ്ങനെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, കൈഫ മാത ഇബ്നുഹു ഫിൽ ഹർബ്, യുദ്ധത്തിൽ എങ്ങനെയാണ് തൻ്റെ മകൻ മരണപ്പെട്ടതെന്ന്. സുമ്മ സൗജത്തുഹു മിനൽ ഇക്തിആബ്, പിന്നെ തൻ്റെ ഭാര്യയും എങ്ങനെ മിനൽ ഇക്തിആബ്, അവൾക്ക് ഡിപ്രഷൻ വന്നുകൊണ്ട്, വിഷാദരോഗം വന്നുകൊണ്ട് അവളെങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യമൊക്കെ ആ സന്ദർഭത്തിലാണ് ക്ലിയോപേട്രക്ക് ഷെയർ ചെയ്യുന്നത്. വയതഹദ്ദസുൽ മുഅർരിഖു അൻ ഖസാഇരിഹി, തൻ്റെ മുഴുവൻ നഷ്ടങ്ങളെപ്പറ്റിയും മുഅർരിഖ് അവിടെ പറയുന്നുണ്ട്. മുഅനാതിഹി, താൻ അനുഭവിച്ച പ്രയാസങ്ങളെപ്പറ്റി. വസബബു ഇന്തിഖാമിഹിൽ വഹ്ശി, മൃഗീയമായ ഈ നിലക്ക് താൻ എങ്ങനെ മരണത്തെ പ്രതികാരം തീർക്കുന്നു എന്ന കാരണവും, അതെന്തുകൊണ്ട് ഈ ഒരു മരണത്തിലേക്ക് താൻ പോകുന്നു, ഈ രൂപത്തിൽ മരിക്കുന്നു എന്നുള്ള കാരണവും അവൾക്ക് മുമ്പിൽ അറിയിക്കുന്നു. വയുദ്ഹിറു ഫി ഹാദൽ മഷ്ഹദി ഗളബഹു, ഈ ഒരു വേദിയിൽ, ഈ ഒരു രംഗത്തിൽ അയാൾ തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നഹ്വൽ ബഷർ, മനുഷ്യരോടുള്ള, വക്രാഹിയത്തുഹു, തൻ്റെ വെറുപ്പും, വഹിഖ്ദഹു, തൻ്റെ വിദ്വേഷവും പകയും, ലിൽ ആലമി ബി അക്മലിഹി, ലോകം ഒന്നടങ്കത്തോടുള്ള, അവരാണല്ലോ യുദ്ധം ചെയ്തിട്ടാണല്ലോ അത് ആ ഒരു ദേഷ്യം ഒന്നടങ്കം അയാളിവിടെ പ്രകടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നിഹായത്തുൽ മസ്രഹിയ, ഈ മസ്രഹിയുടെ സമാപനം. ഫിൽ മഷ്ഹദിൽ അഖീർ, അവസാന രംഗം. യജിദുൽ മുഅർരിഖ് നഫ്സഹു തഹ്ത റിആയത്തി ക്ലിയോപേട്ര, മുഅർരിഖ് തന്നെ സ്വയം കണ്ടെത്തുന്നത് എവിടെയാണ്? ക്ലിയോപേട്രയുടെ പരിചരണത്തിലായിക്കൊണ്ടാണ്. ലഖദ് ദഹബ ഇലൽ മൽഹ, അയാൾ ആ നൈറ്റിംഗ് ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. വതവഖഅ യുഖ്തൽ, താൻ കൊല്ലപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. ലാക്കിൻ ആദ മഅ ക്ലിയോപേട്ര ഇലൽ ഫുൻദുഖ്, പക്ഷേ തിരിച്ച് ക്ലിയോപേട്രയോട് ഒന്നിച്ച് തൻ്റെ ഹോട്ടലിലേക്കാണ് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ അയാൾ ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത് തിരിച്ചു വന്നു. കമാ കശഫത് ക്ലിയോപേട്ര അന്നഹ തബറഅത്, ആ വേളയിൽ ക്ലിയോപേട്ര ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. അന്നഹ തബറഅത്, അവൾ ഡൊണേറ്റ് ചെയ്തു. ബികുല്ലി മാ ഫി വസിയ്യതിഹ, അയാളുടെ എല്ലാ വസിയ്യത്തും, മിനൽ അംവാലി തുല്ലാബി, മിൻ അംവാലിൻ, അംവാൽ കൊടുക്കാം, ധനം കൊടുക്കാം എന്ന് പറഞ്ഞ എല്ലാ വസിയത്തും ആർക്ക് ഡൊണേറ്റ് ചെയ്തു? ലിത്തുല്ലാബിൽ ഫുഖറാഇ ഫിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിൽ കഴിയുന്ന സാധുക്കളായ വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക് വേണ്ടി ഞാനത് സ്വതക്ക ചെയ്തു. സമ്മ സ്വദമ വനദമ അലൻതിബാഇഹി സയ്യി അൻഹ, ഈ സമയം സ്വദമ, ഷോക്കേറ്റവനായിപ്പോയി, വനദിമ, ഖേദിച്ചു നമ്മുടെ മുഅർരിഖ്, അലൻതിബാഇഹി സയ്യി അൻഹ, അവളെക്കുറിച്ചുള്ള നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ് കാരണത്താൽ, അവളെപ്പറ്റിയുള്ള മോശമായ മതിപ്പുണ്ടായ കാരണത്താൽ. ഫാർസലഹ ഇലാ ഗുർഫത്തിൻ നൗമി, അങ്ങനെ അവളെ
അയാൾ ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പറഞ്ഞയച്ചു. ലിതുഷാഹിദ ജിഹാദ തസ്ജീൽ, ആ സമയത്ത് അവൾക്ക് കാണാൻ വേണ്ടിയും ജിഹാദ തസ്ജീൽ, അവിടെ അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്ന ആ റെക്കോർഡിംഗ് ഉപകരണം കാണിച്ചു കൊടുക്കാനും, വഹുത്തഹു ലഈന, മോശമായ ശപിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും. തഷ്അറു ക്ലിയോപേട്ര ബിസ്വതമ, ഇവിടെ ക്ലിയോപേട്രയ്ക്കും വല്ലാതെ ഷോക്കേൽക്കുകയാണ്, ഷോക്കേറ്റതുപോലെ അനുഭവിക്കുന്നു. എപ്പോൾ ജിഹാദ തസ്ജീൽ, ആ തസ്ജീലിൻ്റെ റെക്കോർഡിംഗ് ഉപകരണം അവൾ കാണുന്ന സമയത്ത്, ലാക്കിന്നഹ തുഖ്ബിറു അൽ മുഅർരിഖ, പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവൾ ആ മുഅർരിഖിനോട് പറയാണ്, അന്നഹ തതഫഹമു അസ്വദമ അൻ നഫ്സിയ, മാനസികാഘാതം എന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലാകും. അല്ലത്തി യുആനി മിൻഹ, ഇയാൾ അനുഭവിക്കുന്ന. വതുരീദു, അവൾ ഉദ്ദേശിക്കുന്നു, അൻ തഖ്ലി ബഖിയത ഹയാതിഹ, അവളുടെ ബാക്കിയുള്ള ലൈഫ്, ജീവിതം അത് ചെലവഴിക്കാൻ, മഅഹു, അദ്ദേഹത്തോട് ഒന്നിച്ച്. വതുൽഹിറു ലഹു ജമാൽ അൽ ഹയാത്ത്, അതോടൊപ്പം ജീവിതത്തിൻ്റെ ഭംഗി അയാൾക്ക് പ്രകടമാക്കി കൊടുക്കുവാനും. തംനഉഹു മിന ദിഹാബ് ഇലാ മഹത്തത്തി സിക്കത്തിൽ ഹദീദ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അവൾ അദ്ദേഹത്തെ തടയുകയും ചെയ്തു. യാത്ര പോകാൻ ഉദ്ദേശിച്ചു, അത് തടയുകയും ചെയ്തു. അങ്ങനെ തസ്അദു ഇന്നമ യൽഗി റിഹ്ലത്തുഹു, അയാളുടെ യാത്ര ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. ഖബ്ബലത്തുഹു ബിശക്ലിൻ ഹസ്ലിയൻ, തമാശയായി അയാളെ ചുംബിക്കുന്നു. വക്കാന സ്വംതുഹു, ഈ സമയം അയാളുടെ മൗനം യബ്ദു, അത് വ്യക്തമാണ്. വകഅന്നഹു യുതാലിബു, അയാൾ ആവശ്യപ്പെടുന്ന പോലെ, ബിമഅരികത്തിൻ മിൻ അജ്ലി ഹയാത്തിഹി വഹയാത്തിഹ, അയാളുടെ ജീവിതത്തിനും അവളുടെ ജീവിതത്തിനും വേണ്ടി ഒരു യുദ്ധം അതിന് ആവശ്യപ്പെടുന്ന പോലെയാണ് അയാൾ അവിടെ ആ സമയത്ത് മിണ്ടാതെ നിൽക്കുന്നത്, അയാളുടെ മൗനമുള്ളത്. തഹ്ലീലു ഷഖ്സിയാത്ത്, ഇതിലെ കഥാപാത്രങ്ങളുടെ ഒരു അപഗ്രഥനം നമുക്ക് നോക്കാം. തഹ്കിൽ മസ്റഹിയ ഫൽസഫത്തുൽ മൗത്ത് ലി തൗഫീഖുൽ ഹക്കീം, ഈ ഒരു മസ്റഹിയ അത് തൗഫീഖുൽ ഹക്കീമിൻ്റെ മരണം എന്ന ഫിലോസഫിയാണ് ശരിക്ക് അവതരിപ്പിക്കുന്നത്. മിൻ ഖിലാലി ഷഖ്സിയതൈനി റഈസിയതൈനി, പ്രധാന രണ്ട് കഥാപാത്രങ്ങളിലൂടെ, ഒന്നൽ മുഅർരിഖ്, മറ്റൊന്ന് ക്ലിയോപേട്ര. അവിടെ ഷഖ്സിയത്തുൽ മുഅർരിഖ്, നമ്മുടെ മുഅർരിഖ് എന്ന കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടാം. അൽ മുഅർരിഖു ഷഖ്സുൻ ഫിൽ ഖംസിനിയാത്ത് മിൻ ഉംരിഹി, 50കളോടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, കഥാപാത്രമാണ് മുഅർരിഖ്, ചരിത്രകാരൻ. മുസമ്മമുൻ അലൽ ഇന്തിഖാം, ആ കഥാപാത്രം ഡിസൈൻ ചെയ്യപ്പെട്ടുള്ള എന്തിനാണ്? പ്രതികാരമെടുക്കാനാണ്. ലി ഖസാഇരിഹി, തൻ്റെ നഷ്ടങ്ങൾക്കുള്ള. വയുഖത്തിതു ലി ഖുത്തത്തിൽ ഇന്തിഖാമി ബിദിഖ, വളരെ സൂക്ഷ്മമായ നിലക്കുള്ള ഒരു പ്രതികാര പ്ലാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. തുഅബ്ബിറു ഷഖ്സിയതുഹു, അയാളുടെ ക്യാരക്ടർ എന്ന ഈ ഒരു ക്യാരക്ടർ അത് അവതരിപ്പിക്കുന്നത് അനിൽ ഖുവ, ശക്തിയാണ്. വർറഗ്ബ ഫിൽ ഇന്തിഖാമി, പ്രതികാരമെടുക്കാനുള്ള താല്പര്യത്തെയാണ്. ബിസബബി തജാറുബിഹി സ്വഅബ ഫിൽ ഹർബി, യുദ്ധത്തിലുണ്ടായ മോശമായ അനുഭവം കാരണത്താൽ. വഫുഖ്ദാനി സൗജതിഹി വബ്നിഹി, മകനും തൻ്റെ ഭാര്യയും മരണപ്പെട്ടതിലുള്ള. ബിൽഇദാഫത്തി ഇലാ മുആനാതിഹി മഅൽ മറദ്, അതിനെല്ലാം പുറമെ അയാൾ അനുഭവിക്കുന്ന രോഗമെന്ന ആ ഒരു പ്രതിസന്ധി, ഇതിനെല്ലാം പ്രതികാരം തീർക്കുക എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ മുഅർരിഖിനെ അവതരിപ്പിക്കുന്നത്. തബദഉൽ ഖിസ്സ, ഈ കഥ ആരംഭിക്കുന്നു ഇൻദമാ യഅലമു അന്നഹു ഉസീബ ബിൽ ഇശ്ആഇ ദുരി, അയാൾക്ക് അറ്റോമിക് റേഡിയേഷൻ ബാധിച്ചു എന്ന് അറിയുന്നതോടുകൂടെ. വയതവഖഉൽ അതിബ്ബാഉ വഫാതഹു ഖിലാല 4 അശ്ഹുരിൻ, ഡോക്ടർമാരൊക്കെ പ്രതീക്ഷിക്കുന്നത് 4 മാസം കൊണ്ട് അയാൾ മരിക്കുമെന്നാണ്. യുസ്ബിഹുൽ മുഅർരിഖു യതറഖബു നിഹായത ഹയാതിഹി, ഇവിടെ ഈ മുഅർരിഖ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഫയുഖർറിറു, ഈ സമയം അയാൾ തീരുമാനിക്കുന്നു. അയ്യുഖത്തിത ലിലഅബത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ഗെയിം പ്ലാൻ ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. വസീലത്തിൽ തഹ്ഖീഖിൽ ഇന്തിഖാം, അതൊരു മാർഗമായിട്ട് മരണത്തോട് പ്രതികാരം തീർക്കാനുള്ള. വയതമന്ന യകൂന അഹദു അബ്താലിൽ ലഅബ, ഈ ഗെയിമിലെ ഒരു ഹീറോ അദ്ദേഹം തന്നെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ യഖ്തുലു മൻ ഖതലഹു, അങ്ങനെ അയാളും കൊല്ലും, അയാളെ കൊല്ലുന്നവരെയും കൊല്ലും. വഹുവ ലാ യഖാഫുൽ മൗത്ത്, അയാൾക്ക് മരണത്തെ പേടിയില്ല. വലാ യഅ്തബിറുഹു ഖസാറത്തൻ, അതൊരു നഷ്ടമായിട്ടും അയാൾ കണക്കാക്കുന്നില്ല. വയതജല്ല തഖ്തീതുഹു അദ്ദഖീഖ്, വളരെ സൂക്ഷ്മമായ അദ്ദേഹത്തിൻ്റെ പ്ലാൻ വ്യക്തമാകുന്നു. ലിഅന്നഹു യഹ്തഫിദു ബിഇനായത്തിൻ, വളരെ ജാഗ്രതയോടെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ബിജിഹാദി തസ്ജീലിൻ, ഒരു ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം. ലി തസ്ജീൽ ജമീഉൽ മുഹാദസാത്തി ബൈനഹു ബൈനൽ ഖത്ല, ആ കൊലപാതകവും അയാളും തമ്മിലിടയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും രേഖപ്പെടുത്താനുള്ള. വകദാലിക യസ്അലു ക്ലിയോപേട്ര അൻ അഷീഖിഹ, അപ്രകാരം അയാൾ ക്ലിയോപേട്രയോട് ആവശ്യപ്പെടും, ചോദിക്കുന്നു. അൻ അഷീഖിഹ, അവളുടെ അഷീഖിനോടും വാലിദതിഹ, അവളുടെ മാതാവിനോടൊക്കെ. ലിതഅക്കുദിൻ മിൻ മൻഹും അശ്ശുറകാഉ മഅഹ ഫിൽ ഖത്ൽ, ആരൊക്കെ തന്നെ കൊലപാതകത്തിൽ പങ്കാളിയാകും എന്നത് ഉറപ്പിക്കാൻ വേണ്ടി അവളോട്, അവളുടെ അഷീഖിനോടും വാലിദത്തോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഫി ബിദായത്തുൽ മസ്റഹിയ, മസ്റഹിയുടെ ആരംഭത്തിൽ യദ്ഹറുൽ മുഅർരിഖ് രംഗത്ത് വരുന്നു. കശഖ്സിൻ മുക്തഇബിൻ, ഒരു വിഷാദം ബാധിച്ച വ്യക്തിയെപ്പോലെ. യുഅബ്ബിറു അൻ ഗളബിഹി, തൻ്റെ ദേഷ്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ആർക്ക് നേരെ? തുജാഹൽ ആലം, ലോകത്തിന് നേരെയുള്ള. അല്ലദീ ഖബ്ബല ഹയാത്തഹുൽ അദിയ,
ആ ലോകമാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇലാ ഹയാത്തിൻ വഹീദ വഫാരിഖ, ഏകാന്തമായ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക്. വസമ്മ അൽ അസ്ര, കാലത്തെ ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് ബി അസ്രിൻ ഫളീഇൻ, അസ്റുൻ ഫളീഇൻ എന്ന പേരിലാണ്. അതായത് ടെറിബിൾ എറ, വളരെ ഭയാനകരമായ ഒരു കാലഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. വഹുവ ലാ യുംകിനു അൻ യസിഖ ഫി അഹദിൻ, ഒരാളെയും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ. വയൻളുറു ദാഇമൻ ഇലാ തസറുഫാത്തി ക്ലിയോപേട്ര, എല്ലാ നിമിഷവും ക്ലിയോപേട്രയുടെ ചലനങ്ങളെ വീക്ഷിക്കുന്നു. ബി ഐനി ശക്കി വറൈബ, സംശയ കണ്ണുകൊണ്ട്. ഇന്നഹു മലീഉം ബിൽ ഇന്തിഖാം, അയാൾ പ്രതികാര മനോഭാവം നിറഞ്ഞവനാണ്. മിമ്മൻ ഖതലൂ, കൊന്നവരോടൊക്കെ. അബ്സത്ത മുതഅത്തിൻ ഫി ഹയാത്തിഹി, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സാരമായ ആസ്വാദനങ്ങളെപ്പോലും തകർത്തവരോടൊക്കെ പ്രതികാരമെടുക്കണമെന്ന ആ പ്രതികാര മനോഭാവം, ആ പ്രതികാരം നിറഞ്ഞ അവസ്ഥയിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നക്കും, നിങ്ങൾ, ചുറ്റുള്ള മനുഷ്യന്മാരൊക്കെ പറയാണ്, ലാ തസ്മഹൂന ലിഫർദിൻ യൽഅബ ലഅബത്തൽ മൗത്ത്, നിങ്ങൾ ലാ തസ്മഹൂന ലിഫർദിൻ, ഒരാളെയും അനുവദിക്കില്ല യൽഅബ ലഅബത്തൽ മൗത്ത്, മരണത്തിൻ്റെ കളി കളിക്കാൻ. വലാകിന്നക്കും തസ്മഹൂൻ, പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നു, അനുവദിക്കുന്നു. ലിദുവൽ ബി അസർറിഹ അൻ തൽഅബഹ, രാജ്യങ്ങളെ, എല്ലാ രാജ്യങ്ങളെയും ആ കളി കളിക്കാൻ. ലഖദ് സകത്തും, നിങ്ങൾ മൗനികളായി. വഹും യൽഅബൂന ബി ഹയാത്തി, അവരൊക്കെ എൻ്റെ ജീവിതം വെച്ച് കളിച്ചപ്പോൾ. ഫസ്കുതു ഇദൻ, അതുകൊണ്ട് നിങ്ങളും മിണ്ടാതിരിക്കുക. അന അൽഅബു ബി ഹയാത്തിൻ ഗൈരി, ഞാൻ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ നിങ്ങളും ഇടപെടേണ്ടതില്ല, നിങ്ങളും മിണ്ടാതിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒമായതാലിക്ക്, അതോടൊപ്പം ഫഹുവ റജുലുൻ മുഹദ്ദബുൻ, നല്ല വിദ്യാസമ്പന്നനായ വ്യക്തിയാണ് അദ്ദേഹം. വലതീഫുൻ, നല്ല അനുകമ്പയുള്ള വ്യക്തിയാണ്. വയതസറഫു ബിലുത്ഫിൻ ഷദീദിൻ മഅ ക്ലിയോപേട്ര, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും ഇടപഴകലും ക്ലിയോപേട്രയുള്ള അനുകമ്പവും സ്നേഹവും വാത്സല്യമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തഖൂലു ക്ലിയോപേട്ര പറയുന്നുണ്ട്, ഇന്നഹാ ലൈസത്ത് മുഅ്താദ അലാ മിസ്ലി ഹാദ സുലൂക്കിൽ മുഹ്തറം മിനൻ നാസ്, ജനങ്ങളിൽ ഇത്രത്തോളം ആദരണീയ സ്വഭാവമുള്ളവരോടൊപ്പം സാധാരണഗതിയിൽ ഞാൻ ഉണ്ടാവാറില്ല. ഹൈസി അഅ്തബിറൂനഹ ജമീഅൻ റാഖിസ, കാരണം എല്ലാവരും അവളെ കണക്കാക്കുന്നത് ഒരു റാഖിസ മുൻഖഫില, നിലവാരം തകർന്ന ഒരു നർത്തകിയായിട്ടാണ്. അൽ മുസ്തവ, മുൻഖഫിലത്തുൽ മുസ്തവ, നിലവാരം തകർന്ന. കമ അന്നഹു യുഖദ്ദിറു ജുഹൂദ ക്ലിയോപേട്ര, ക്ലിയോപേട്രയുടെ അധ്വാനത്തെ അദ്ദേഹം വിലമതിച്ചു കണക്കാക്കുന്നുണ്ട്. ലമ്മ ഹാവലത് അൻ തഫ്ഹമ, അവൾ മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത്. വമാറസ, പ്രാക്ടീസ് ചെയ്തപ്പോഴും. ഹറക്കാത്തി റഖ്സ്, നൃത്തം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. ക്ലിയോപേട്ര അൽ ഖദീമ, പഴയ ക്ലിയോപേട്രയുടെ, പഴയ കാലത്ത് ജീവിച്ച രാജ്ഞി ക്ലിയോപേട്രയോട് തൻ്റെ നൃത്തങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയും അവൾ അത് നല്ല ഒരു നിലക്ക് അവളെ പരിഗണിക്കുന്നുണ്ട്. വനഫഹം ഐലൻ, അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാം, അന്നൽ മുഅർരിഖ, നമ്മുടെ ചരിത്രകാരൻ, അക്കാദമിയൻ മുതഅല്ലിമുൻ, വിദ്യാസമ്പന്നനും ഒരു അക്കാഡമിഷ്യനുമാണ്. ഫഹുവ യഖൂം ബിതഖീമി ക്ലിയോപേട്ര അത്താരിഖിയ വജവാനിബഹ അൽ ഇജ്തിമാഇയ്യ വസിയാസിയ്യ വൽ ആതിഫിയ്യ ഫി മുഹാദസാതിഹി, തൻ്റെ സംസാരത്തിൽ ഇമോഷണലായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ആ നിലക്കെല്ലാം ചരിത്രപരമായി തൻ്റെ പഴയ കാലത്ത് ജീവിച്ച ക്ലിയോപേട്രയെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ആരുമായി? ക്ലിയോപേട്ര റാഖിസ, തൻ്റെ മുന്നിലുള്ള നർത്തകിയായ ക്ലിയോപേട്രയോട്. കമ അന്നഹു യദ്ഖുലു ഫി മുനാഖശാത്തിൻ ജാദ്ദ മഅഹ, അതോടൊപ്പം അവളുമായിട്ട് നിർണായകമായ ഗൗരവകരമായ ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. ഹൗല താരീഖി ക്ലിയോപേട്ര, ക്ലിയോപേട്രയുടെ ചരിത്രത്തെപ്പറ്റി. വഹുബിഹ, അവളെ പ്രണയത്തെപ്പറ്റി. മഅ യൂലിയൂസ് ഖൈസർ അഥവാ ജൂലിയസ് സീസറുമായിട്ടും ആൻറ്റോണിയോ, മാർക്ക് ആൻറ്റോണിയോമായിട്ടുള്ള അവളുടെ ഹുബ്ബുമായിട്ടൊക്കെ ഗൗരവകരമായ ചർച്ചയിലും അയാൾ ഏർപ്പെടുന്നുണ്ട്. നുലാഹിദു ഐലൻ, അതോടൊപ്പം നമുക്ക് കാണാം, അന്നത്ത് ഇസീറ ബിസ്വതമാ നഫ്സിയ, മാനസിക തകർച്ചയുടെ സ്വാധീനം. അലൽ മുഅർരിഖിനുണ്ടായ. തജഅലു കലാമഹു, അയാളുടെ സംസാരത്തെയാക്കുന്നു. വഹദീസഹു, അയാളുടെ വർത്തമാനത്തെയും. യഖ്റുജു ബിശക്ലിൻ ഖാത്തിഇൻ, അത് ഒരു തെറ്റായ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. വഫി ഇദ്ദത്തി ഹിവാറാത്തിൻ, അധിക സംസാരങ്ങളിലും. യുകർറിറു, ആവർത്തനം വരുന്നു. വയുഈദു സിയാഖത്തുൽ അസ്ഇല, അതോടൊപ്പം ചോദ്യരൂപത്തിൽ പല ക്വസ്റ്റ്യനുകളും അവതരിപ്പിക്കുന്നു. അല്ലത്തി യത്റഹു അലൽ ക്ലിയോപേട്ര, അവയെല്ലാം ക്ലിയോപേട്രയോട് അവതരിപ്പിക്കുന്നു, ചോദിക്കുന്നു. ലിഅന്നഹ ലാ തഹ്മിലുൽ മഅനൽ മഖ്സൂദ്, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ വഹിക്കാത്ത, കൃത്യമായ ചോദ്യമല്ലാത്ത പല ചോദ്യങ്ങളും അയാൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതൊക്കെ അയാൾ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട്, മാനസിക തകർച്ചയുടെ ഭാഗമായിട്ട് പുറത്തു വരുന്നതാണ്. വഫി കസീരി മിനൽ അഹ്യാൻ, അധിക സന്ദർഭങ്ങളിലും യതഹദ്ദസുൽ മുഅർരിഖു മഅ നഫ്സിഹി, മുഅർരിഖ് സ്വന്തത്തെക്കുറിച്ചുമല്ല സംസാരിക്കുന്നുണ്ട്. വഹ്യാനും ചിലപ്പോൾ ബിഹുദൂരി ക്ലിയോപേട്ര ഐലൻ, അവിടെ ക്ലിയോപേട്ര വന്നതിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. യഅ്തി ഹാദ സുലൂഖു, ഈ സ്വഭാവമെല്ലാം തന്നെ മിൻ അഖ്ലിഹിൽ ബാത്തിൻ, അയാളുടെ ആന്തരികമായ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഹൈസു യഅ്തഖിദ, എത്രത്തോളം അവൻ വിശ്വസിക്കുന്നു. അന്നഹു ഫി ലഅബത്തിൽ മൗത്ത്, അയാൾ മരണക്കളിയിലാണ്, അതിൻ്റെ ഗെയിമിലാണെന്ന്. വജമീഉൽ അഷ്ഖാസ് മിൻ ഹൗലിഹി, തൻ്റെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളും യുഖത്തിതൂന ലിഖത്ലിഹി, തന്നെ വധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിഇദ്ദതി തുറുഖിൻ, വ്യത്യസ്ത വഴികൾ. ലിൽ ഹുസൂലി അലാ മുംതലികാത്തിഹി, തൻ്റെ സമ്പാദ്യം കരസ്ഥമാക്കാൻ വേണ്ടി.
യഹ്മിലുൽ മുഅർരിഖു മൗഖിഫൻ മുതശായിമൻ തിജാഹൽ ഹയാത്ത്. ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരൻ ഒരു അശുഭാപ്തി വിശ്വാസത്തോടെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വഹുയഖൂൽ, അദ്ദേഹം പറയുന്നു, ഹക്കൻ ലസ്തു അറാ ഷൈഅൻ, സത്യമാണ് ഞാൻ ഒന്നും കാണുന്നില്ല. ഇൽത്തറബത്തി റുയത്തു അമാമി, എൻ്റെ മുന്നിലെ കാഴ്ചകളെല്ലാം അതെല്ലാം ചാഞ്ചല്യമുള്ളതാണ്, മാറി മറിയുന്നതാണ്. ഫിഹാദെല്ലാം ഈ നിമിഷം കമാ ഹിയ ഫി അംറിൽ ആലം കുല്ലിഹി അൽ മുഹൈത ബി അൽയോം, ഇന്ന് എൻ്റെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ എല്ലാ കാര്യവും അതിലൊക്കെ ഈ രൂപത്തിൽ തന്നെ. അഹുവ ദമീറുൻ, അത് ദമീറാണ്. അഹുവ ദമീറു, അത് മനസാക്ഷിയിൽ തോന്നുന്ന മനസാക്ഷിയാണോ? അഹുവൻ നിഫാഖു, അത് കാപട്യമാണോ? അഹുവ തലാഉബ്, അത് ഗെയിമുകളാണോ? കുല്ലു ഇൻസാനി കകുല്ലി ഉമ്മത്തിൻ, എല്ലാ മനുഷ്യരും എല്ലാ സമൂഹത്തെ പോലെയും യുരീദു ഇബാദത്ത ഗൈരിഹി, മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സുമ്മ യഗ്സിലി യദൈഹി, പിന്നെ അവർ കൈ കഴുകുന്നു. മുതഹദ്ദിസൻ അനിൽ ഹുബ്ബി വൽ ഖൈരി വത്തആവുനി വത്തഫാഉൽ, അവർക്കൊന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച ശേഷം അവർ കൈ കഴുകിക്കൊണ്ട് അവർ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ്. അനിൽ ഹുബ്ബ്, സ്നേഹത്തെക്കുറിച്ച്, വൽ ഖൈരി, നന്മയെക്കുറിച്ച്, വത്തആവുൻ, പരസ്പര സഹകരണത്തെക്കുറിച്ച്, വത്തഫാഉൽ, ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച്. അൽഫാദുൻ ജമീല, ഇതെല്ലാം സുന്ദരമായ ലഫ്ദുകളാണ്. റസമത്ത് റസ്ബൻ ബഹീജൻ, കൗതുകരമായ ചിത്രം രൂപത്തിൽ കോറിയിടപ്പെട്ടവ. ഫൗഖ സിതാരിൻ മസ്രഹിയൻ, ഒരു നാടകവേദിയുടെ വിരികൾക്ക് മുകളിൽ. ലിതജ്രിയ ഖൽഫഹ ലഅബത്തുൽ മൗത്ത്, അതിൻ്റെ പിറകിലാവട്ടെ മരണത്തിൻ്റെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാക്കിൻ ശഖ്സിയത്തുഹു തതഗയ്യറു തദ്രീജിയൻ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ക്യാരക്ടർ അത് പടിപടിയായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഐന്ദമ യഖഉ ഫി ഹുബ്ബി ക്ലിയോപാട്രയുമായിട്ടുള്ള പ്രണയത്തിൽ വീഴുന്നതോടുകൂടെ വയുദ്രികു ഹുസ്ന വയാഹ തിജാഹു, തന്നെക്കുറിച്ച് അവളുടെ യഥാർത്ഥ നല്ല നീയത്ത് അയാൾ മനസ്സിലാക്കുന്നതോടെ തതജല്ല ഫി ഹാദിഹി ശഖ്സിയ, ഈ ഒരു ക്യാരക്ടർ നമുക്ക് തെളിഞ്ഞു കാണാം. തനാഖുലാത്തുൽ ഇൻസാൻ, മനുഷ്യൻ്റെ സംഘടനങ്ങൾ, വഖുദ്റതുഹു അല തഹവ്വുൽ, അതോടൊപ്പം മനുഷ്യന് മാറാനുള്ള ശേഷി, വത്തഗീർ, മാറ്റം വരുത്താനുള്ള, ഫി ദുറൂഫിൻ മുഅയ്യന, ചില നിർണായക ഘട്ടങ്ങളിൽ നിർണിത സാഹചര്യങ്ങളിൽ തൻ്റെ നിലപാടുകളും സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ കഴിയും എന്ന അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാരക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഷഖ്സിയത്തു ക്ലിയോപാട്ര എന്ന ആ ക്യാരക്ടർ, തുമസിലു ഷഖ്സിയ ക്ലിയോപാട്ര, ഇവിടെ ക്ലിയോപാട്ര അഭിനയിക്കുന്നു. വഹിയ ഫതാത്തുൻ ഫിൽ ഇശ്രീനിയാത്ത് മിൻ ഉംരിഹ, അവൾ 20കളിലെത്തിയ യുവതിയാണ്. റംസലിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. വൽ അമൽ വർറഗ്ബ, അത് പ്രതീക്ഷയുടെ ആഗ്രഹങ്ങളുടെ, ഫിൽ ഹുബ്ബ്, സ്നേഹത്തിലുള്ള ആഗ്രഹത്തിൻ്റെ. തഈഷു ഹയാത്തൻ ബസീത, അവൾ ലളിതമായി ജീവിതം നയിക്കുന്നു. കറാഖിസ, ഒരു നർത്തകിയെപ്പോലെ. ഫിനാദി, ക്ലബിലെ ഇസ്മുഹളുടെ ആ ക്ലബിൻ്റെ പേര് അത്വാവൂസ് ദഹബി എന്നാണ്. ഇൽത്തഖത്ത് ബിൽ മുഅർരിഖ് വഹിയ ലാ തഅലം ബിമർദിഹിൽ ഖതീർ, അവിടെ ചരിത്രകാരനുമായി അവൾ സന്ധിക്കുന്നു. അവൾക്കറിയില്ലായിരുന്നു അയാളുടെ യഥാർത്ഥ രോഗം എന്തെന്ന്. വഇന്നമാ അഖ്ബറഹ അന്ന മുംതലികാതിഹി സതകൂനു ലഹ, അയാൾ അവളോട് അറിയിച്ചു അയാളുടെ എല്ലാ സമ്പാദ്യവും അവൾക്ക് കൊടുക്കാമെന്ന്. ആ സമയം ഇഅ്തഖദത്, അവൾ വിശ്വസിച്ചു, അന്നഹു യുഹിബ്ബുഹ, അവളെ പ്രണയിക്കുന്നെന്ന്. ഫഅഹബ്ബതുഹു, അങ്ങനെ അവൾ അവനെയും സ്നേഹിച്ചു. ദൂന അൻ തഅലം ബിഖുത്തതിഹി, അയാളുടെ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയാതെ. ഹിയ ഫതാത്തുൻ മുജ്തഹിദ, അവൾ അധ്വാനിക്കുന്ന ഒരു യുവതിയാണ്. ബദഅത്തിൽ അമൽ, അവൾ ജോലി തുടങ്ങിയത് കറാഖിസ, ഒരു നർത്തകിയായിട്ട്. ഫീസിൻ നിസാനി 12 വയസ്സിലാണ്. തതമത്തഉ ബി ശഖ്സിയത്തിൻ മുതഫായില, അവൾ ഒരു പോസിറ്റീവ് മനസ്സുമായിട്ടുള്ള ഷഖ്സിയായിട്ട്, ഒരു ശുഭാപ്തി വിശ്വാസിക്കാരിയായിട്ടാണ് അവൾ ജീവിക്കുന്നത്. വതുഹിബ്ബുൽ ഹയാത്ത, അവൾ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. ലാകിന്നഹ തഫ്തഖിദു തഅലീമ വസ്സഖാഫ, പക്ഷേ അവൾക്ക് വിജ്ഞാനവും സംസ്കാരവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് അവൾക്ക് ലഭിച്ചില്ല. തുഅ്മിനു ബിഖിറാഅത്തിൽ കഫി, അവൾ കൈരേഖ വായിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. ഹൈസു തഖ്റഉ കഫൽ മുഅർരിഖ്, അവൾ മുഅർരിഖിൻ്റെ കൈരേഖ വായിക്കുന്നുണ്ട്. വതുഖ്ബിറുഹു, അയാളോട് പറയുന്നു, അന്ന ഉംറഹു തവീലൻ, അയാളുടെ ആയുസ് നീളമുള്ളതാണ്, ഒരുപാട് കാലം ജീവിക്കും. വഹാദൽ ബുഅ്ദു സഖാഫി വത്തബഖി വസ്സമനി ബൈന ശഖ്സിയാത്ത്, ഈ ഒരു നിലക്ക് നോക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കാലം, അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ സാംസ്കാരിക അകൽച്ച, ഇതിലെല്ലാം അകലം. ലഹു ദൗറൻ കബീറൻ ഫി തഅസീസ് അൽ അഹ്ദാസ് അൽ മസ്രഹിയ, ആ മസ്രഹിയയുടെ സംഭവത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായ റോള് വഹിക്കുന്നവയാണ്. വറഗ്ബന്ന ക്ലിയോപാട്ര ഗൈറ മുതഅല്ലിമ, അവൾ വിവരമില്ലാത്തവളാണ് അല്ലെങ്കിൽ വിദ്യാസമ്പന്നയല്ല എന്നുള്ളതൊക്കെ ആണെങ്കിലും, ഇല്ല അന്നഹ അഅറബത് അൻ ഇഹ്തിമാമിഹ ബിത്തഅറുഫി അലാ താരീഖ് ക്ലിയോപാട്ര അൽ ഖദീമ, അതോടൊപ്പം അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തിനെപ്പറ്റി, പഴയ ക്ലിയോപാട്രയുടെ ചരിത്രത്തെക്കുറിച്ച്. വ തുദ്ഹിറു ലിൽ മുഅർരിഖി അബ്ആദൻ ജദീദ, അവൾ പുതിയ തലങ്ങൾ മുഅർരിഖിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശഖ്സിയത്ത് ക്ലിയോപാട്ര അൽ ഖദീമ, പഴയ ക്ലിയോപാട്രയുടെ
വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് മിൻ ഖിലാലിൽ ഹദീസ് അവൾ സംസാരത്തിലൂടെ അൻ ഹുബ്ബിഹ ആ പഴയ ക്ലിയോപേട്ര രാജ്ഞി ക്ലിയോപേട്ര അവൾ പ്രണയിച്ചു ലിയൂലിയസ് കൈസർ വ മാർക്ക് ആന്റോണിയോയും ജൂലിയസ് കൈസറിനെയും വനസ്മൈലൻ അതോടൊപ്പം നമുക്ക് കേൾക്കാം ബഅദൽ കലിമാത്തുൽ ഹികമിയ അൽ ഹക്കീമ തത്വജ്ഞാനം നിറഞ്ഞ ചില കെലിമത്തുകൾ മിൻ ക്ലിയോപേട്രയിൽ നിന്ന് തന്നെ ഫീമ യതഅല്ലഖു ബിൽ ഹയാത്ത് ജീവിതവുമായി ബന്ധപ്പെട്ട വൽ ഹുബ്ബ് പ്രണയവുമായി ബന്ധപ്പെട്ട മിസ്ലു ഏതുപോലെ അൽ വഖ്തു മിൻ ദഹബ് സമയം സ്വർണ്ണത്തിൽ നിന്നാണ് എന്നവൾ പറഞ്ഞ പോലെ ബിമാ തുവദ്ദിഹു അതിലവൾ വ്യക്തമാക്കുന്നു അഹമ്മിയത്ത് അൽ വഖ്തി സമയത്തിൻ്റെ പ്രാധാന്യം വസ്തിഅമാലഹ അൽ ഹക്കീമ ഫി ഹയാത്തിന നമ്മുടെ ജീവിതത്തിൽ യുക്തിപൂർണ്ണമായിട്ട് അവ ഉപയോഗിക്കണമെന്നുള്ള കാര്യത്തെപ്പറ്റിയും വഹിയ ഐദൻ റാഖിസ ഹാസിമ മുജ്തഹിദ അവൾ അതോടൊപ്പം തന്നെ ഒരു ഉറച്ച തീരുമാനമുള്ള തൻ്റേടമുള്ള അധ്വാനിക്കുന്ന ഒരു നർത്തകിയാണ് തുഹാവിലു അൻ തതഅല്ലമ ഹറകാത്തിൻ ഓരോ ചലനങ്ങളെ പഠിക്കാൻ അവൾ ശ്രമിക്കുന്നു വതഅബിറാത്തി ക്ലിയോപേട്ര അൽ ഖദീമ പഴയ ക്ലിയോപേട്രയുടെ ഓരോ കാര്യങ്ങളും അവൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഹത്ത എത്രത്തോളം തമക്കൻ അവൾക്ക് കഴിയണം മിനത്തഅബീരി അൻഹ അവളെപ്പറ്റി പറയാൻ കഴിയണം ബിദിഖത്തിൻ വളരെ സൂക്ഷ്മമായിട്ട് ഫി റഖ്സിഹ അവളെ നൃത്തത്തിലൂടെ വതതദറബു ഐദൻ അതോടൊപ്പം അവൾ പ്രാക്ടീസ് ചെയ്യുന്നു മഅ സുഅബാൻ ഗൈരി സാമിൻ വിഷമില്ലാത്തൊരു പാമ്പുമായിട്ട് ലിതക്റാർ അൽ മഷാഇർ ഫീലിങ്ങുകൾ ആവർത്തിച്ചു കൊണ്ടുവരാൻ വത്തഅബിറാത്തി ദഖീഖ പഴയ ക്ലിയോപേട്രയെ പുനരാവിഷ്കരിക്കുക എന്നുള്ളത് സൂക്ഷ്മമായി തൻ്റെ നൃത്തത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി വറഖ്മ അന്നഹ ശഅറത് ബിസ്സദമ അതോടൊപ്പം അവൾക്ക് ഒരു ആഘാതം അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും ഫഹിമത്ത് അവൾ മനസ്സിലാക്കിയ സമയത്ത് ഖുത്തത്തൽ മുഅർരിഖി ചരിത്രകാരൻ്റെ ഈ മുഅർരിഖിൻ്റെ പ്ലാൻ മനസ്സിലാക്കുമ്പോൾ ലിഇഖാഇഹ ഫി ലഅബത്തിൽ മൗത്ത് അവളെ മരണ ഗെയിമിലേക്ക് വീഴ്ത്തുകയാണ് എന്നുള്ള അവൻ്റെ പ്ലാന് ഇല്ല അന്നഹ അങ്ങനെയൊക്കെയാണെങ്കിലും തദല്ലു മുതഫാഇല ബിൽ ഹയാത്ത് അവൾ ജീവിത പ്രതീക്ഷയിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കുകയാണ് വതദഉൽ മുഅർരിഖ് അവൾ ഈ ചരിത്രകാരനെ മുഅർരിഖിനെ ക്ഷണിക്കുന്നു ഇലാ തഗ്യീരി നളറതിഹി ലിൽ ഹയാത്ത് ജീവിതത്തെപ്പറ്റിയുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വ തുഇദ്ദുഹു ബിൽ ബഖാഇ മഅഹു അവൾ തയ്യാറാകുന്നു അവൻ്റെ കൂടെ ശിഷ്ടകാലം ജീവിക്കാമെന്ന് ഹത്ത യതആഫ മിൻ സുദമതിഹി നഫ്സിയ അയാളുടെ മാനസിക ആഘാതത്തിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടാൻ വേണ്ടി വഹിയ റൂഹുൻ മുതഫഹിമത്തുൻ മുതസാമിഹത്തുൻ വിട്ടുവീഴ്ച അതേപോലെ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു ആത്മാവാണവൾ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് തസാമഹുൽ മുഅർരിഖ് ഹത്ത ബഅദ അൻ ഖാന ഫിഖതഹ അവൾ എന്ത് ചെയ്യുന്നു തുസാമിഹുൽ മുഅർരിഖിന് അവൾ മാപ്പ് കൊടുക്കുന്നു ഹത്ത ബഅദ അൻ ഖാന ഫിഖതഹ അവളുടെ വിശ്വാസത്തിൽ അവൻ വഞ്ചിച്ചിട്ട് പോലും ഇന്ന ബിസാതത ശഖ്സിയത്തി ക്ലിയോപേട്ര ഈ ഒരു ക്ലിയോപേട്ര സിംപിൾസിറ്റി അത് തുഖ്ബിറുന നമ്മെ അറിയിക്കുന്നു അന്ന ജമീഅ മശാക്കിൽ ഹയാത്ത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും യുംകിനു ഹല്ലഹ ബിസ്സുലൂക്ക് സ്വഭാവത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും വൽ മൻഹജ് അതോടൊപ്പം മാർഗത്തിലൂടെയും അസ്വഹീഹൈനി യഥാർത്ഥത്തിലുള്ള ഫവാല അൽ മസ്രഹിയ നറ ഈ ഒരു മസ്രഹിയിലുടനീളം നമുക്ക് കാണാം ഷഖ്സിയത്ത് ക്ലിയോപേട്ര തെൻമു വ തതവറു ക്ലിയോപേട്ര എന്ന കഥാപാത്രം അത് വളരുകയാണ് അത് വികസിക്കുകയാണ് മഅ തഖദ്ദുമിൽ അഹ്ദാസ് സംഭവങ്ങൾ വികസിക്കുന്നതോടൊപ്പം വളരുന്നതോടൊപ്പം ഹൈസു തുൽഹിറു അൽ ഖുവ്വ വൽ അസീമ എത്രത്തോളം അവിടെ നമുക്ക് തുൽഹിറു അൽ ഖുവ്വത്തു വൽ അസീമത്തു ഉറപ്പും ശക്തിയും അവ വ്യക്തമാകുന്നു ഇൻദമ തുദ്രികു ഖുത്തത്തൽ മുഅർരിഖ് അവളുടെ മുഅർരിഖിൻ്റെ ചരിത്രകാരൻ്റെ പ്ലാന് അവൾ തിരിച്ചറിയുമ്പോൾ വ തുഖർറിറു തഗ്യീറ മസാരിൽ ലഅബ ആ ഗെയിമിൻ്റെ ഗതി തന്നെ അവൾ മാറ്റിമറിക്കാൻ അവൾ തീരുമാനിക്കുന്നു വ ഇൻഖാദി ഹബീബത്തിഹ വ നഫ്സിഹ തന്നെയും തൻ്റെ കാമുകനെയും രക്ഷിക്കുക എന്നുള്ള കാര്യവും അവൾ രക്ഷിക്കാൻ വേണ്ടിയും അവൾ ആ ഗെയിമിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവളുടെ അതിനുവേണ്ടി അവളുടെ ശക്തിയും അവളുടെ അസീമത്ത് അവളുടെ തീരുമാനവും ഒക്കെ അവിടെ അവൾ തുൽഹിർ പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇനി തഹ്ലീൽ മൗദൂഅത്ത് ഇതിൽ ടോപ്പിക്കുകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. تتناول مسرحية لعبة الموت لتوفيق الحكيم مجموعة من الموضوعات المتعددة والمعقدة സങ്കീർണവും വൈവിധ്യവുമായ ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മസ്രഹിയാണ് ലഅബത്തുൽ മൗത്ത് എന്ന തൗഫീഖുൽ ഹക്കീമിൻ്റെ മസ്രഹിയ. അല്ലത്തി തതനാവൽ മൗദൂഅത്തുൽ ഹുബ്ബ് ഇതിലെ വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രണയം, മറ്റൊന്ന് മൗത്ത് മരണം, വൽ ഖിയാന വഞ്ചന, വൽ ഫസാദുൽ അഖ്ലാഖി സ്വഭാവ വൈകൃതം, വത്തഹവുലാത്തുൻ നഫ്സിയ മാനസിക വ്യതിയാനങ്ങൾ, വൽ അഖ്ലാഖിയ ധാർമ്മികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് അൽ മൗത്ത് മരണം. അഹദു അഹമ്മി അൽ മൗദൂഅത്ത് അല്ലത്തി തനാവലത്ഹ അൽ മസ്റഹിയ്യതു ഹുവൽ മൗത്ത് ഈ മസ്റഹിയ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മരണം. ഹൈസു തുഅരിദു വൽ മസ്റഹിയ്യതു ഖിസ്സത്തുൽ മുഅർരിഖ്
ഇവിടെ മുഅർരിഖിൻ്റെ കഥയാണ് മസ്റഹി അവതരിപ്പിക്കുന്നത്. അല്ലദീ യുആനി മിൻ മറദിൻ ഖതീരിൻ, അപകടകരമായ രോഗത്തിന് വിധേയനായിട്ടുള്ള, വഹു യസ്ആ ലിൽ മൗതി, മരണത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന, വയസ്തഇദു ലഹു ബിതുരീഖത്തിൻ ഗൈരി മഅലൂഫത്തിൻ, അപരിചിതമായ മാർഗ്ഗത്തിലൂടെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, മിമ്മാ ജഅലൽ ജംഹൂറ, അതെല്ലാം സാധാരണക്കാരെല്ലാവരെയും ആക്കുന്നു, യതസാഅലു, ചോദ്യങ്ങൾ ഉയർത്താൻ, അനിസ്സബബ്, എന്ത് കാരണത്താൽ, വറഅ ദാലിക, ഇതിൻ്റെ പിറകിലെ, വഅന ഹമ്മിയത്തുൽ മൗതി ഫി ഹയാത്തിന, നമ്മുടെ ജീവിതത്തിൽ മരണത്തിൻ്റെ സ്ഥാനം, പ്രാധാന്യം എന്ത് എന്നതിനെ പറ്റിയൊക്കെ. തൊറഹ തൗഫീഖുൽ ഹക്കീം ഫൽസഫതഹു അൽ ഖാസ, തൻ്റെ പ്രത്യേകമായ ഫിലോസഫി തൗഫീഖുൽ ഹക്കീം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അനിൽ മൗതി, മരണത്തെക്കുറിച്ചുള്ള, ഫി മസ്റഹിയാത്തിഹി, തൻ്റെ മസ്റഹിയയിൽ. ഹൈസു കാന യഅ്തഖിദു, എത്രത്തോളം തൗഫീഖുൽ ഹക്കീം വിശ്വസിക്കുന്നു, അന്നൽ മൗത, മരണമെന്നുള്ളത്, ലൈസ മൗത്തിൽ ജസദി, അത് ശരീരത്തിൻ്റെ മരണമല്ല, വൻസിഹാബിർ റൂഹി, അത് റൂഹ് വിട്ടുപോകലല്ല, ബൽ മൗതു അഖിലിൽ മർഇ, അത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ മരണമാണ്. ഇന്നമാ യുസ്ബിഹു ഗൈറ ഖാദിരിൻ, അവൻ അശക്തനായിത്തീരുന്ന സമയം, അലാ ഇബ്തികാരി അഫ്കാരിൻ ജദീദ, പുതിയ ചിന്തകളെ പുറത്തു കൊണ്ടുവരാൻ. അൽ മുഅർരിഖു അല്ലദീ ആശ ഹയാത്തൻ സഈദത്തൻ വബസീതത്തൻ മഅ സൗജതിഹി വബിനിഹി, തൻ്റെ മകൻ്റെ കൂടെ, തൻ്റെ ഭാര്യയുടെ കൂടെ ലളിതമായ സുന്ദരമായ ഹാപ്പിനെസ് നിറഞ്ഞ ജീവിതം കാഴ്ചവെച്ച ചരിത്രകാരൻ. തൻ്റെ മകൻ എങ്ങനത്തെ ഫുഖിദഹുമാ, അവർ രണ്ടുപേർ നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ആ ഒരു മുഅർരിഖ് ഫജ്അതൻ, പെട്ടെന്ന്, ബിസബബിൽ ഹറബി, യുദ്ധത്തിലൂടെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ മകന്, ഭാര്യ, ഇവരൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു മുഅർരിഖ്. ഹാദാ യദുല്ലു, ഹാദാ, ഇത്, ഈ സംഭവങ്ങളൊക്കെ തന്നെയും, ബദ്ദല ഹയാത്തുഹു, അയാൾ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ മുഅർരിഖിൻ്റെ, ഇല ഹയാത്തിൻ ബഇസ, ഒരു സാധുവായ ദാരുണമായ ഒരു ജീവിതത്തിലേക്ക്. ഹാവലൻ തഗ്ലിബ അലൽ വഹ്ദ, തൻ്റെ ഏകാന്തതയെ അതിജയിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ബിസഫർ, യാത്ര പോയി നോക്കുന്നുണ്ട്. വൽ ബഹ്സ്, അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ലാക്കിൻ ബിലാ നജാഹിൻ, പക്ഷേ ആ അന്വേഷണങ്ങളും യാത്രകളൊന്നും അയാൾക്ക് വിജയം കിട്ടുന്നില്ല, അയാൾ മോചിതനാവുന്നില്ല. സുമ്മ അലിമ ലാഹിഖൻ, ഉടനെ അയാൾ മനസ്സിലാക്കുന്നു, അന്നഹു മുതഅസ്സിറുൻ ബിൽ ഇശ്ആഇ ദുർരി, അറ്റോമിക് റേഡിയേഷൻ അയാളെ ബാധിച്ചിട്ടുണ്ട്. വസയമൂതു ഖരീബൻ, അയാൾ പെട്ടെന്ന് മരിക്കുമെന്നും. വഹാദാ യുദമ്മിറുഹു തമാമൻ, ഇത് അയാൾ പൂർണ്ണമായി തകർക്കുന്നു. വയഫ്ഖിദുൽ അമൽ ഫിൽ ഹയാത്തി, ജീവിതത്തിലെ പ്രതീക്ഷകളെ ഇത് നശിപ്പിക്കുന്നു. ഖാല, അദ്ദേഹം പറയുന്നു, ഇന്നഹ മിസ്ല ഹാഫത്തി ദിമാർ, അയാൾ തകർച്ചയുടെ വക്കിലാണെന്ന്. വസദമാത്തിൽ മുതക്കറിറ, ആവർത്തിതമായ തകർച്ചകളുടെ. തഖ്തുൽ അഖ്ലഹു, അയാളെ മരണത്തെ വധിക്കുന്നു. ഖബല അൻ തഖ്തുൽ ജസദിഹി, അയാളെ ഖബല അൻ തഖ്തുൽ ജസദഹു, അയാളെ ശരീരത്തെ മരിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, ഇതെല്ലാം തന്നെ അയാളെ ബുദ്ധിയെ തന്നെ വധിച്ചു കളയുന്നുണ്ട് എന്ന്. വയസിഫ് തൗഫീഖുൽ ഹക്കീം ഐലൻ, അതോടൊപ്പം തൗഫീഖുൽ ഹക്കീം വിശേഷിപ്പിക്കുന്നു, അന്ന ഹയാത്തർ റജുലിൽ മുഹ്തദർ, ഇവിടെ സന്നിഹിതനായ ഈ മനുഷ്യൻ, മലീഅത്തുൻ ബിൽ ഖൗഫി വൽ ഖലഖ്, ധാരാളം ടെൻഷനുകളും ഭയപ്പാടുകളും നിറഞ്ഞവനാണ്. ലാ യജിദുൽ അമാന ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ നിർഭയത്വം കാണുന്നില്ല. വയസ്തമിറു ഫിൽ ബഹ്സ്, അയാൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അൻ ബദാഇൽ, പകരം എന്ത് ലഭിക്കും, ഈ പ്രശ്നങ്ങൾക്ക് പകരം എന്ത് എന്ന്. ലൈസത്ത് സ്വഹീഹത്തൻ ദായിമൻ, പക്ഷേ അതൊരിക്കലും പൂർണ്ണമായും യഥാർത്ഥ രൂപത്തിലുള്ളതായിരുന്നില്ല. കഅയ്യത്തജിഹൽ മർഉ, ഒരു മനുഷ്യൻ തിരിയുന്ന പോലെ, ലിഖ്തിറാ യസ്ലഹത്തിൻ മുദമ്മിറ, തകർത്തു കളയുന്ന ആയുധം കണ്ടെത്താൻ വേണ്ടി. മിമ്മ യസീദുൽ ഖൗഫ്, അതാവട്ടെ പേടിയെ വർദ്ധിപ്പിക്കുന്നതും, വൽ ഖത്തർ, അപകടം വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും, ഫിൽ ഹയാത്തി, ജീവിതത്തിൽ. വഹാദാ ഫിൽ വാഖിഇ, ഇത് യഥാർത്ഥത്തിൽ റദ്ദു ഫിഇലിൻ ലിഖൗഫിഹി, അയാളുടെ ഭയപ്പാടിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. എന്തിൻ്റെ ഭയപ്പാട്? മിൻ ഹഖായിഖിൽ ഹയാത്തി, ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടുകൂടെ നോക്കിക്കണ്ടതിൻ്റെ പ്രതിഫലനമാണ്. വഅദമി ഖുദ്റതിഹി, അയാൾക്ക് ശേഷിയില്ലാതെ പോയി. അലാ മുവാജഹതിഹ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ. കാനത്ത് ഖുത്തത്തുൽ മുഅർരിഖി, ഈ മുഅർരിഖിൻ്റെ പ്ലാൻ, ലില്ലഅബി, ഗെയിമിനുള്ള, ലഅബത്തുൽ മൗത്ത്, മരണമെന്ന ഗെയിമിൻ്റെ, തഅതി മിൻ അഖ്ലിഹിൽ മയ്യിത്ത്, അങ്ങനെ മരിച്ചു കഴിഞ്ഞ ഒരു ബുദ്ധിയിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. ഫഹുവ യഅ്തഖിദു, അയാൾ വിശ്വസിക്കുന്നു, അന്ന സൈത്രത അലാ ഹയാതി മൻ, ഒരുത്തൻ്റെ ജീവിതത്തിന്മേൽ ആധിപത്യം നേടുക എന്നുള്ളത്, യുഖത്തിതു ലിഖത്ലിഹി, അയാളെ കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ട്, സയജഅലുഹു, അത് അയാളാക്കി തീർക്കുന്നു, ബതലൻ, ഒരു ഹീറോ ആക്കി തീർക്കും, ഫിൽ മൗത്തി, മരണത്തിലെ. അപ്പോൾ അൽ ഇന്തിഖാം, പ്രതികാരം തീർക്കൽ. തതനാവലു ഹാദിഹിൽ മസ്റഹിയ മൗദൂഅ അൽ ഇന്തിഖാം, ഈ മസ്റഹിയ കൈകാര്യം മറ്റൊരു വിഷയമാണ് പ്രതികാരം എന്നുള്ളത്. അൽ ഗാഷിം, ക്രൂരമായ പ്രതികാരം. അല്ലദീ യംലഉ ഖൽബൽ മുഅർരിഖ്, അത് മുഅർരിഖിൻ്റെ ഹൃദയത്തെ നിറച്ചിട്ടുണ്ട്. ബിസബബി മാ ലഖിയഹു മിനൽ ഹുറൂബ്, അയാൾ അഭിമുഖീകരിച്ച യുദ്ധകാരണത്താൽ. ഫഹു ബിൽ ഇളാഫത്തി, അതോടൊപ്പം അദ്ദേഹം ലിഫഖ്ദിഹി ബിനിഹി വസൗജതിഹി, തൻ്റെ മകനും ഭാര്യയും നഷ്ടപ്പെട്ടു എന്ന കാരണത്താലും. യഈഷു മുതറഖിബൻ നിഹായത ഹയാതിഹി, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് അദ്ദേഹം. അലത്തി തഹദദത് ബിസലാസത്തിൻ വ അർബഅതി അശ്ഹുരിൻ, അത് 3-4 മാസം എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ബിസബബിൽ ഇശ്ആഇ ദുർരി അല്ലദി അസാബഹു, അദ്ദേഹത്തിന് ബാധിച്ച ഈ അറ്റോമിക് റേഡിയേഷൻ്റെ ഭാഗമായിട്ട്. ഫഖറ തഖ്തീത ലിലഅബത്തിൻ, അങ്ങനെ അദ്ദേഹം ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നു, അതിന് തീരുമാനിച്ചു. മസീർ അബ്താലിഹ അൽ മൗതു, ആ ഗെയിമിൽ പങ്കെടുക്കുന്ന എല്ലാ ഹീറോകളും മരിക്കുക എന്നുള്ളതാണ്.
വതജറ അൽ യകൂന അഹദു അബ്താലിഹ, അങ്ങനെ അതിലെ ഒരു ഹീറോ അദ്ദേഹം തന്നെ ആകാൻ തീരുമാനിക്കുന്നു. ലിഅന്നഹു യൻതളിറുൽ മൗത്ത്, അദ്ദേഹം മരണത്തെ കാത്തിരിക്കുന്നു. ഫലാ ശൈഉൻ ഇൻദഹു സയഖ്സിറു, നഷ്ടം പറ്റാൻ അയാൾ അടുക്കൽ ഒന്നും തന്നെയില്ല. വയഅ്തബിർ, അദ്ദേഹം വിചാരിക്കുന്നു അന്ന ദഫ്അ ഗൈരിഹി ലിൽ മൗതി, മരണത്തിലേക്ക് മറ്റൊരാൾ തള്ളിവിടുക എന്നുള്ള ഷർറുൻ മുസഗറുൻ, അത് ചെറിയൊരു കുറ്റമാണ്. അൻ ഷർറിൽ അസ്രി, കാലഘട്ടത്തിൻ്റെ കുറ്റങ്ങളിൽ, അല്ലദീ യഹ്യാ ബിഹി, അവിടെ ജീവിക്കുന്നതിനേക്കാളും. ഹൈസു യഖ്തുലു നാസു ദൂന ഐ സബബിൻ, കാരണം മനുഷ്യർ കാരണമില്ലാതെ മറ്റുള്ളവരെ കൊല്ലുന്നല്ലോ. യഖൂലു, പറയുന്നു, ഇന്നകും ലാ തസ്മഹൂന ലിഫർദിൻ, നിങ്ങളൊരു വ്യക്തിയെ അനുവദിക്കുകയില്ല അയൽ അബലഅബത്തൽ മൗതി, മരണത്തിൻ്റെ ഗെയിം കളിക്കുവാൻ. വലാകിന്നകും തസ്മഹൂന, പക്ഷേ നിങ്ങൾ അനുവദിക്കുന്നു, ലിദുവൽ ബി അസറിഹ, ലോകത്തെ ഒന്നടങ്കം, ഐൻതൽ അബഹ, ആ മരണക്കളിക്ക് വേണ്ടി. ലഖദ് സക്കത്തും, നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നു, വഹും യൽഅബൂൻ, അവർ കളിക്കുമ്പോൾ, ബി ഹയാത്തി, എൻ്റെ ജീവിതവുമായിട്ട്. ഫസ്കുതു, അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുക. ഇതൻ, എങ്കിൽ, വഅന അൽഅബു ബി ഹയാത്തിൻ ഗൈരി, മറ്റുള്ളവൻ്റെ ഒരു തൻ്റെ ജീവിതവുമായി ഞാൻ കളിക്കുമ്പോൾ. ലാക്കിൻ നഫ്ഹം മിനൽ മസ്റഹിയ്യ, പക്ഷേ നമുക്ക് ഈ മസ്റഹിയിൽ കാണാം, അന്നൽ ഖത്ല ജരീമ തശ്വിയഹൽ അൽ ഐദി, വധം എന്നുള്ളത് അത് കൈകളെ വികൃതമാക്കുന്ന കുറ്റമാണെന്നുള്ളത്. വഅന്നൽ ഹയാത്ത, ജീവിതം എന്നുള്ളത്, അക്ബറു മിൻ അൻ തഖ്തസിറ അലാ ദാഇറത്തിൽ ഖത്ൽ, കൊലപാതകത്തിൻ്റെ വൃത്തത്തിൽ ചുരുക്കേണ്ടതല്ല, അതിനേക്കാളും വലുതാണ് ജീവിതം എന്നുള്ള സംഗതിയും. അടുത്ത ഹുബ്, പ്രണയം. ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അന്നൽ മഖ്സൂദ മിൻ ഹാദിഹിൽ ലഅബ, ഈ ഗെയിം അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ലൈസ ലിൽ മൗതി, മരണത്തിന് വേണ്ടിയല്ല. ബൽ, എന്നാൽ അത്തഅക്കുദു മിൻ ഖുദ്റത്തി ക്ലിയോപാട്ര അൽ ഹുബ്, പ്രണയത്തെ ക്ലിയോപാട്ര ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിക്കാനുള്ളതാണ്. യറ അൽ മുഅർരിഖു ഷബഹൻ കബീറൻ, വലിയ ഒരു രൂപത്തെ മുഅർരിഖ് കാണുന്നു. ബൈന റാഖിസ വ ക്ലിയോപാട്ര താരിഖിയ, ക്ലിയോപാട്ര ചരിത്രപരമായ ക്ലിയോപാട്രയുടെയും റാഖിസിൻ്റെയും ഇടയിൽ മറ്റൊരു രൂപം. ലൈസ ഫഖദ് ബിൽ ഇസ്മ്, അത് പേരിൽ മാത്രമല്ല, ബൽ ബിനദറതിഹ, അവൻ്റെ ചിന്തയിൽ കാണുന്നു, അവൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നു. വഅഫ്കാരിഹ, അവളുടെ ബിനദറതിഹ, അവളുടെ നോട്ടത്തിൽ കാണുന്നു. വഅഫ്കാരിഹ, അവൾ ചിന്തയിൽ കാണുന്നു. വസുലൂക്കിഹ, അവൾ സ്വഭാവത്തിൽ കാണുന്നു. വഅറാദ ഇഖ്തിബാറഹ, അവൾ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഹൽ തുഖാബിലു ഇഹ്സാനഹു മഅഹ ബിജുഹൂദിൻ, അവൾ അയാളെ സ്വീകരിക്കുമോ, എങ്ങനെ അവളോടുള്ള അയാളുടെ നന്ദികേടിനോടൊപ്പം. വതഖ്തുലുഹു മഅ ഹബീബിഹ, അതോ അവളുടെ കാമുകിയോടൊപ്പം അയാളെ വധിക്കുമോ എന്ന്. ലാക്കിൻ ഹാദ് ഹഷതുഹു, എന്നാൽ അവൾ അവനെ ആശ്ചര്യപ്പെടുത്തി. ബിഅദമി ഇഖ്ബാരി അഹദിൻ അനിൽ വസിയ, ഈ വസിയത്തിനെ കുറിച്ച് അവൾ ആരോടും പറഞ്ഞില്ല. വഅന്നഹ തുഹിബ്ബുഹു, അവൾ അവനെ സ്നേഹിക്കുന്നു എന്ന കാര്യം. അഹബ്ബൽ മുഅർരിഖു ഹയാത്തുൽ ബസീത, തൻ്റെ ലളിതമായ ജീവിതത്തെ മുഅർരിഖ് ഇഷ്ടപ്പെട്ടു. മഅ സൗജത്തിഹി, തൻ്റെ ഭാര്യയോടൊന്നിച്ച്. വബ്നിഹി അൽ മൗഹൂബ്, തൻ്റെ പ്രിയപ്പെട്ട മകനോടൊപ്പമുള്ള. ഇന്നമാ മാത ബിനുഹു ഫിൽ ഹർബി, യുദ്ധത്തിൽ മകൻ മരണപ്പെട്ടപ്പോൾ. അഖ്ഫൽ ഖബർ അൻ സൗജത്തിഹി, തൻ്റെ ഭാര്യയോട് ആ വിവരം മറച്ചുവെച്ചു. ഹിഫാദൻ അലൈഹ മിനൽ ഹസ്ര, നഷ്ടം അത് മറച്ചുവെക്കാൻ വേണ്ടി, അവളിൽ നിന്ന് മറച്ചുവെക്കാൻ വേണ്ടി. കാനൽ ഹുബ്ബു വൽ മവദ്ദതു ഫി ഹയാത്തിൽ മുഅർരിഖ്, ഈ മുഅർരിഖിൻ്റെ ജീവിതത്തിലെ പ്രണയവും സ്നേഹവുമായിരുന്നു. ഖബലൽ അഹ്ദാസ് അൽ കാരിസിയ, ഈ ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ്. ഹുബ്ബൻ സ്വാദിഖുൻ, അത് സത്യസന്ധമായ പ്രണയമായിരുന്നു. വഗൈറുൽ മഷ്റൂത്ത്, നിബന്ധനകൾക്കതീതമായ സത്യസന്ധമായ പ്രണയമായിരുന്നു. ലഖദ് കാന യതൂഖു ഇസ്തിആദതി ഹാദൽ ഹുബ്ബ്, ഈ പ്രണയത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവന് ശേഷിയുണ്ടായിരുന്നു. വലാകിൻ ദൂന ജദ്വ, പക്ഷേ വെറുതെ. മിമ്മാ ജഅലഹു ശഖ്സൻ ഇന്തിഖാമിയൻ, ഒരു ഫലവുമില്ലാതെ അയാൾ എന്തായിത്തീർന്നു, ഒരു ഇന്തിഖാമിയായ പ്രതികാരമെടുക്കുന്ന ഒരു ഷഖ്സായിട്ട്, വ്യക്തിയായിട്ട് അദ്ദേഹത്തെ അവ മാറ്റുന്നുണ്ട്. അമൽ ഹുബ്ബുല്ലദീ ശഅറത് ക്ലിയോപാട്ര ലിൽ മുഅർരിഖ്, എന്നാൽ മുഅർരിഖിനോട് ക്ലിയോപാട്രക്ക് തോന്നിയ പ്രണയം. ഫിൽ ബിദായത്ത്, തുടക്കത്തിൽ കാലത്ത്. ബിദാഫിൽ ഇംതിനാനി, തൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, തൻ്റെ നന്ദി അറിയിക്കുക എന്നുള്ളതിന് വേണ്ടിയായിരുന്നു. ലിഅന്നഹു ഖദ് കതബ ഇസ്മഹ, കാരണം അവളെ പേര് എഴുതി വെച്ചു. ഫിൽ വസിയ്യ, അയാളുടെ വസിയ്യത്തിൽ. വഅതഹ സർവതൻ ലം തകുൻ തതഖയ്യലഹ, അവൾ ഒരിക്കലും ചിന്തിക്കാത്ത സമ്പാദ്യം അവൾക്കവൻ നൽകി. വകാനത് മുംതന്ന ലഹു അല ഹാദിഹിൽ ലഫ്ത, ഈ ഒരു പരിഗണനയിൽ അയാളോടുള്ള നന്ദി അറിയിക്കുന്നവളായിരുന്നു അവൾ. കമാ അന്നഹ അഅജബത് ബിൽ ഇഹ്തിറാം, അതോടൊപ്പം അവൾ അത്ഭുതപ്പെടുത്തി അവളോടുള്ള ആദരവ്. വത്തവാദു, അതോടൊപ്പം വിനയം. അല്ലദീ അദ്ഹറഹു ലഹ, അവൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച. മിമ്മാ ജഅലഹ തഖഉ ഫി ഹുബ്ബിഹി മറത്തൻ ഉഖ്റ, അത് പിന്നീട് ഒരിക്കൽ കൂടെ അവളെ ആ പ്രണയത്തിൽ വീഴ്ത്തി. വകാന ഹാദൽ ഹുബ്ബ് ലിൽ മുഅർരിഖ്, ഈ മുഅർരിഖിനോടുള്ള ഈ സ്നേഹം. അല്ലദീ ജഅലഹ തംനഉഹു മിൻ ഹുദൂരി ഹഫ്ലത്തി ഈദ് മിലാദിഹ, അയാളെ അവളുടെ ബർത്ത്ഡേക്ക് ആ ഫംഗ്ഷനിൽ ഹാജരാകുന്നത് തടയുക പോലും ചെയ്തിട്ടുണ്ട്. ലിഅന്നഹ തഖ്ഷ, കാരണം അവൾ ഭയപ്പെടുന്നു. അയ്യു അദ്ദി ദാലിക ഇലാ തശ്വീഹി സംഅതിഹി, തന്നെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് അയാൾ വന്നാൽ സംഭവിക്കുമോ എന്ന് വിചാരിച്ച്. അഖീറൻ, അവസാനം നമുക്ക് മനസ്സിലാക്കാം. അന്നഹ തുഹിബ്ബുഹു, അവൾ അവനെ പ്രണയിക്കുന്നു. ദൂന ഖൈദിൻ ഔ ഷർത്തിൻ, യാതൊരു നിബന്ധനയുമില്ലാതെ. ഇന്നമാ തൻഖുലുൽ വസിയ്യ, അവളുടെ വസിയ്യത്ത് അവൾ നീക്കിയ സമയത്ത്. ഇലാ തുല്ലാബിൽ ഫുഖറാഇ ഫിൽ ജാമിഅ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സാധുക്കളായ കുട്ടികൾക്ക് ആ പണം മാറ്റിവെച്ചതിലൂടെ. വകതഅബീരിൻ അസ്മഅൻ ഹുബ്ബിഹ, അവളുടെ ഏറ്റവും
ഉന്നതമായ ഒരു പ്രണയത്തിൻ്റെ വഴി എന്ന നിലക്ക് ഖററത്തിൽ ബഖാ അവൾ അറിയിക്കുന്നുണ്ട്, അവൾ അവശേഷിക്കുമെന്ന് അത് തീരുമാനിച്ചു എന്ന് മുഅർരിഖിനോടൊന്നിച്ച്. ഹത്താ ബഅദൻ അറഫത്ത് അവൾ മനസ്സിലാക്കിയതിന് ശേഷവും അന്നഹു സയമൂതു ഖരീബൻ ഉടനെ അയാൾ മരിക്കുമെന്ന്. വഅദതുഹു അവൾ അദ്ദേഹത്തോട് വാക്ക് കൊടുക്കുന്നു ബിമൻഹിഹി അയാൾക്ക് നൽകാമെന്ന് കുല്ല സഅദ എല്ലാ സന്തോഷവും അല്ലത്തി യസ്തഹിഖുഹ അവന് അർഹതപ്പെട്ടിട്ടുള്ള അവളിൽ നിന്ന് ഹത്ത ആഖിറ നഫസിഹിൻ അവസാന ശ്വാസം വരെ. അടുത്ത തഹവുലാത്തുൻ നഫ്സിയ വൽ അഖ്ലാഖിയ ഇതിലുണ്ടായിട്ടുള്ള മാനസിക ധാർമ്മികമായ ഒരു മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ. കമാ തതളമ്മന അൽ മസ്റഹിയ തഹവുലാത്തുൻ നഫ്സിയ വൽ അഖ്ലാഖിയ ധാർമ്മികമായ മാനസികമായ പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഈ മസ്റഹിയ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലത്തി തമറു ബിഹ ശഖ്സിയതുഹ അതിലെ ക്യാരക്ടറുകൾ കടന്നു പോകുന്ന. അവനിൽ വാളിഹ വ്യക്തമാണ് അന്ന ശഖ്സിയത്തുൽ മുഅർരിഖ് ഇവിടെ മുഅർരിഖ് എന്ന ആ ഒരു കഥാപാത്രം തതഗയ്യറു തമാമൻ പൂർണ്ണമായിട്ടും മാറുന്നു. അസ്നാ തതവ്വുരിൽ അഹ്ദാസ് സംഭവങ്ങൾ വളർന്നു വരുന്നതോടുകൂടെ വതുസ്ബിഹു മുഖ്തലിഫതൻ അദ്ദേഹം വ്യത്യസ്തനായി മാറുന്നു. ബിശക്കിലിൻ കബീരിൻ വലിയ ഒരളവോളം അമ്മ കാനത്ത് അലൈഹി ഫിൽ ബിദായ തുടക്കത്തിലുണ്ടായതിനേക്കാളും. കമാ തതഹവ്വലു ശഖ്സിയ ക്ലിയോപാട്ര ബിശക്കിലിൻ കബീർ അതോടൊപ്പം തന്നെ ക്ലിയോപാട്ര എന്ന ശഖ്സിയത്തും പരിപൂർണമായിട്ടും മാറുന്നത് കാണാൻ പറ്റും. ഫി ബിദായത്തുൽ മസ്റഹിയ നജിദ് ഈ മസ്റഹിയുടെ ആരംഭത്തിൽ നമുക്ക് കാണാം അന്നൽ മുഅർരിഖ് നമ്മുടെ മുഅർരിഖ് ഹുവ മുഖത്തിത്തുൻ ഇന്തിഖാമിയുൻ യുഖത്തിത്തു ബിദിഖത്തിൽ ഈഖാഇ ബിമൻ യഖ്തുലുഹു തന്നെ വധിക്കുന്നവരെ വീഴ്ത്താൻ വേണ്ടി കൃത്യമായ പ്ലാൻ തയ്യാറാക്കുന്ന വ്യക്തിയായിട്ടാണ് തുടക്കത്തിൽ മുഅർരിഖിനെ നമ്മൾ കാണുന്നത്. ഫി വഖ്തിൻ സാബിഖിൻ മിൻ ഹയാത്തിഹി തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അദ്ദേഹം അക്കാദമിയൻ ലാമിഅൻ നല്ല പ്രശോഭിതനായ ഒരു അക്കാഡമിഷ്യനായിരുന്നു. ഉസ്താദ് അലി താരീഖ് നല്ലൊരു ചരിത്രത്തിൻ്റെ പ്രൊഫസറായിരുന്നു. അൽ ദിക്റ സഹയാത്തുഹു ലിൽ ബഹസി വത്തഹഖീഖി ഫിൽ ആസാർ കഴിഞ്ഞ ചരിത്ര ഏടുകളിലും രേഖകളിലൊക്കെ സസൂക്ഷ്മം പരീക്ഷണവും അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു ചരിത്രത്തിൻ്റെ ഉസ്താദ് കൂടിയായിരുന്നു അദ്ദേഹം. ലാക്കിൻ അൽ അഹ്ദാസ് അൽ കാരിസ എന്നാൽ ആ ഒരു ദുരന്ത സംഭവങ്ങൾ ഫി ഹയാത്തിഹി അയാൾ ജീവിതത്തിലുണ്ടായിട്ടുള്ള അസ്സറത്ത് ബിശക്ലിൻ കബീരിൻ അല ഹയാത്തിഹി വലിയൊരളവോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് സ്വാധീനിച്ചു. വതഹവലത്തിൽ അഹ്ദാഫ് നബീൽ അലിൽ ഹയാത്ത് ജീവിതത്തെ പറ്റിയുള്ള നല്ല ലക്ഷ്യങ്ങൾ അവിടെ മറിയുകയാണ്, അത് മാറ്റിമറിച്ചു. ഇലൽ ഇന്തിഖാമി വൽ മൗത്ത് മരണം പ്രതികാരം എന്ന ആശയത്തിലേക്ക്. ഫഹുവ ലാ യഖാഫുൽ മൗത്ത് മരണത്തെ അയാൾ ഭയപ്പെടുന്നില്ല. വമുസ്തഇദുൻ ലി തഖബ്ബുലിഹി ബിജമീഇ അഷ്കാലിഹി മരണത്തെ അതിൻ്റെ എല്ലാ വഴിയിലൂടെയും സ്വീകരിക്കാൻ അയാൾ സന്നദ്ധനാകുന്നു. ലാകിന്നഹു ഫി ബഅദിൽ അഹ്യാൻ എന്നാൽ ചില സമയങ്ങളിൽ ലാ യകൂനു മുതഅക്കിദൻ മിൻ കൈഫിയത്തി തഖബ്ബുലിഹി അയാൾക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല എങ്ങനെയായിരിക്കും ആ മരണത്തെ അയാൾ ഏറ്റെടുക്കുക എന്നുള്ളത്. വഹുവ ഐദൻ അതോടൊപ്പം ഫഖദ് ഫുഖിദ ഖുദ്റതുഹു അലാ റുഅയത്തിൽ ഖൈരി ഫിന്നാസ് ആളുകളിൽ നന്മ കാണുക എന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ശേഷി അയാൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്നഹു യഫ്ഹം അയാൾ മനസ്സിലാക്കുന്നു കുല്ല തസറുഫാത്ത് ക്ലിയോപാട്രയുടെ എല്ലാ ഇടപാടുകളും അല അന്ന അതൊക്കെയും തഹറുക്കാത്തുൻ മുഅമറാത്തുൻ ലിഖത്ലിഹി അവൾ നടത്തുന്ന എല്ലാ ചലനങ്ങളും എല്ലാ ഇടപെടലുകളൊക്കെയും തന്നെ വധിക്കുവാനുള്ള ഒരു തന്ത്രമായിട്ട് ഗൂഢാലോചനയായിട്ട് അയാൾ മനസ്സിലാക്കുന്നു. യുഹാവിൽ ഉസൂർ അലാ സുഅബാൻ സാം അങ്ങനെ അയാൾ വിഷപ്പാമ്പ് കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ട്. ഫിൽ ഗുർഫ ആ റൂമിൽ ലന്നഹു യഅ്തഖിദ് അയാൾ വിശ്വസിക്കുന്നു അന്ന ക്ലിയോപാട്ര തറക്കത്തുഹു ഫിൽ ഗുർഫത്തി ലിഖത്ലിഹി തന്നെ വധിക്കാൻ വേണ്ടി ക്ലിയോപാട്ര അവിടെ വിഷപ്പാമ്പിനെ വിട്ടേച്ചു പോയിട്ടുണ്ടെന്ന്. വഫി മറത്തിൻ ഉഖറ മറ്റൊരു സന്ദർഭം യഖൂൽ അയാൾ പറയുന്നുണ്ട് ഇന്നഹ തസ്തഖ്ദിമു അവൾ ഉപയോഗിക്കുന്നു ഇൽമൻ നഫ്സ് അക്സി ഒരു റിവൈസൽ സൈക്കോളജി അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലിളമാനി ഹുദൂരിഹി താൻ സന്നിഹിതനാവുക എന്നുറപ്പിക്കാൻ വേണ്ടി ഫിൽ ഹഫ്ല ആ ഒരു സൽക്കാര വേദിയിൽ ലിഖൈ യഖ്തുലഹു അതും അയാളെ കൊല്ലാൻ വേണ്ടിയാണ് അല അയാദി അന്റോണിയയുടെ കൈകളിലൂടെ. ഫിൽ ഹഖീഖ യഥാർത്ഥത്തിൽ അന്നഹു ലാ യഫ്ഹമുൽ ഖൈറ അയാൾ ഒരിക്കലും നന്മ മനസ്സിലാക്കുന്നില്ല ഫിഹ അതിൽ ബിസബബി സ്വദമൻ നഫ്സിയ എന്ത് കാരണത്താൽ അയാൾക്ക് ഒരു മാനസികാഘാതം ഉണ്ടായ കാരണത്താൽ അല്ല യുആനി മിൻഹ അയാൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് ഒരു നന്മയും അയാൾ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. കമാ തശ്ഹദ് ഐദൻ ഫി ശഖ്സിയത്തി ക്ലിയോപാട്ര അതോടൊപ്പം നിനക്ക് ക്ലിയോപാട്രയുടെ വ്യക്തിത്വത്തിൽ കാണാം തഗയ്യുറൻ കബീറൻ വലിയ മാറ്റങ്ങളെ ഫി മൗഖിഫിഹ വ ഉസ്ലൂബിഹ ഫിൽ ഹയാത്തി ജീവിതത്തിൽ അവളുടെ സ്വഭാവങ്ങളിൽ അവളുടെ നിലപാടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നഹ തസിദുഹും ലിതുസ്ബിഹ ശഖ്സൻ വാസിഖൻ അവൾ എന്ത് ചെയ്യുന്നുണ്ട് തസ്ദഹിറു ഇന്നഹ തസ്ദഹിറു അവൾ പ്രക്ഷോഭിതമാകുന്നു ലിതുസ്ബിഹ അവളായിത്തീരാൻ വേണ്ടി ശഖ്സൻ വാസിഖൻ ഒരു വിശ്വസ്തതയുള്ള വ്യക്തിയായി തീരാൻ വേണ്ടി. ഇൻദമാ തതലഖ മുആമല മുഹ്തറമ മൽ മുഅർരിഖ് മിനൽ മുഅർരിഖിൻ്റെ അടുക്കൽ നിന്ന് ആദരണീയമായിട്ടുള്ള ഇടപഴകലുകളൊക്കെ അവൾക്ക് കിട്ടുമ്പോൾ അവൾ മനസ്സിലാക്കുന്നുണ്ട് ഞാനൊരു വിശ്വസ്തയായ ഒരു വ്യക്തിയായി മാറണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു.
ഫഹിയ ഖാദിറത്തുൻ അലാ നഖ്ലി ത്വീബത്തിഹ ഇലൈഹി, തൻ്റെ എല്ലാ നന്മകളും അയാളിലേക്ക് മാറ്റാൻ അവൾ കഴിവുള്ളവളാണ്. ഒതൽവീനി ഹയാത്തിഹി, തൻ്റെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് അലങ്കൃതമാക്കാനും ബി അൽവാനിൽ ഹയാത്തൽ ജമീല, സുന്ദരമായ ജീവിത വർണ്ണങ്ങളെ കൊണ്ട്. നറ അന്ന ക്ലിയോപേട്ര നമുക്ക് കാണാം തെതഹവലു ഇല ഇംറഅത്തിൻ നാളിജ, ഒരു വിവേകമുള്ള ഒരു സ്ത്രീയായിട്ട് അവൾ മാറുന്നു. വമസ്ഊല, ഉത്തരവാദിത്തമുള്ള. വവാസിഖ, വിശ്വസ്തയായ. വമുഹ്തമ്മ ഫി നിഹായത്തിൽ മസ്ത്ര, അതേപോലെ മുഹ്തമ്മ, എല്ലാ കാര്യങ്ങളെയും ഗൗരവത്തോടെ കാണുന്ന. ഫി നിഹായത്തിൽ മസ്രഹിയുടെ അന്ത്യത്തിൽ അങ്ങനെയാണ് അവൾ രൂപാന്തരപ്പെടുന്നത്. ഇന്ന ഇർത്തിബാത്തഹ ബി ഖിസ്സത്തി ഹയാത്തിൽ മുഅർരിഖ്, ഈ മുഅർരിഖിൻ്റെ ജീവിതവുമായിട്ടുള്ള അവളുടെ ബന്ധം. വഫഹുമിഹ ലിസ്വദമാതി ഫി ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ആഘാതങ്ങളെ പറ്റിയുള്ള അവൾ ഗ്രഹിക്കുന്നു എന്നുള്ളത്. യജ്അലുഹ, അതൊക്കെ അവളാക്കുന്നു. തഖ്ബിലു വതഖ്ദിറു അൻ നിഅമ സഗീറ ഫി ഹയാത്തിഹ, അവളെ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ അവളുടെ ജീവിതത്തിലുണ്ടായ ചെറിയ അനുഗ്രഹങ്ങളായിട്ട് അവ കണക്കാക്കാനൊക്കെ അവൾ പിന്നീട് അവിടേക്ക്, ആ രൂപത്തിലേക്ക് ആ വ്യക്തിത്വം മാറ്റുന്നത് അല്ലെങ്കിൽ മാറുന്നത് കാണാൻ സാധിക്കും. തഹ്ലീലുൽ ഉസ്ലൂബി, ഇനി ഈ ഡ്രാമയുടെ ശൈലിയെ പറ്റിയുള്ള ഒരു അനാലിസിസാണ്. യതമയ്യസ് ഉസ്ലൂബ് തൗഫീഖുൽ ഹക്കീം ഫി മസ്റഹിയത്തിഹി ലഅബത്തുൽ മൗത്ത്. ലഅബത്തുൽ മൗത്ത് എന്ന മസ്റഹിയയിൽ തൗഫീഖുൽ ഹക്കീമിൻ്റെ ശൈലി നമുക്ക് വ്യക്തമാകും, വ്യതിരിക്തമാകുന്നു. ബിൽ ബസാത്ത വസ്സുഹൂല, വളരെ സ്മൂത്താണ്, സിമ്പിളാണ് എന്നുള്ളത്. ഹൈസുസ്തഖ്ദമ ലൂഖത്ത സലിസ, അതിൽ വളരെ ഫ്ലുവൻ്റായ ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാദിഹ, വ്യക്തതയുള്ള. യസ്തതിഉൽ ആമി ഫഹ്മഹ, ഒരു സാധാരണക്കാരന് പോലും അത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കും. വലം യസ്തഖ്ദിം മുസ്തലഹാത്തിൻ സ്വഅബ വ മുഅഖദ, സങ്കീർണവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ സാങ്കേതിക പദങ്ങളോ പ്രയോഗങ്ങളോ നടത്തിയിട്ടില്ല. കമസ്തഖ്ദമൽ ഹിജാജിയ വൽ അലിയാത്തുൽ ബലാഗിയ, ചില ബലാഗിയായിട്ടുള്ള മെക്കാനിസം അല്ലെങ്കിൽ തെളിവുകൾ നിരത്താൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഇൽമുൽ മൻതിഖിലൊക്കെ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പ്രയോഗങ്ങൾ, അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവരൊക്കെ ഉപയോഗിക്കുന്ന പോലെ. ഈസാൽ റിസാലത്തിഹി ബിശക്ലിൻ ഫആലിൻ, വളരെ ക്രിയാത്മകമായി തൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഇത്തരം സങ്കീർണമായിട്ടുള്ള പ്രയോഗങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ട്. ആ സംഗതി അതുപോലെ സങ്കീർണമോ സ്വഅബ് ആയിട്ടുള്ള ഒരു മുസ്തലഹും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ബിൽ ഇദാഫത്തിൽ അദാലിക്ക്, അതിനും പുറമെ തതകശഫു അഹ്ദാസുൽ മസ്റഹിയ ബി ഖിഫ വ സലാസ, ഈ മസ്റഹിയയിലെ സംഭവങ്ങളെ നമുക്ക് വ്യക്തമായി കാണാം. എങ്ങനെ? വളരെ ലളിതമായി, വളരെ വളരെ സരളമായി. മിമ്മ യുംകിനുൽ അഫ്റാദ് അൽ ആദീന മിൻ ഖിറാഅത്തിഹ, എത്രത്തോളം സാധാരണ വായിക്കുന്ന വായനക്കാരന് പോലും സാധ്യമാകും. വഫഹ്മിഹ, അവ മനസ്സിലാക്കാനും ബിസ്ഹൂല, വളരെ എളുപ്പത്തിൽ. വഫി നഫ്സിൽ വഖ്തി, അതേസമയം തന്നെ ഫഹുവ ഉംഖുൽ മആനിൽ കാമിന ഫിഹ, അവയ്ക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഴമേറിയ ആശയങ്ങളുണ്ട് എന്ന കാര്യം. യസ്തഖ്ദിമു തൗഫീഖുൽ ഹക്കീം ആലിയത്തുൽ ജദൽ ഫി അഹ്ദാസ് ഡ്രാമിയ, ഈ ഡ്രാമ കഥകളിൽ അദ്ദേഹം ആലിയത്തുൽ ജദൽ, തർക്കിക്കാനുള്ള മെക്കാനിസം അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. വൽ ആലിയ അൽ ഖിതാബിയ, അതേപോലെ അൽ ആലിയ ഖിതാബിയ, അഭിസംബോധന മെക്കാനിസം. തുഅദ്ദി ഇലൽ ഇഖ്നാഇ, ആ അഭിസംബോധനയുടെ മെക്കാനിസം അതിലൂടെ അവ എത്തിക്കുന്ന ഇവിടേക്ക് കേൾക്കുന്ന ശ്രോതാവിനെ തൃപ്തിപ്പെടുത്താൻ. വറുസൂഖി, കീഴടക്കാൻ. വത്തഅ്സീരിൽ മുബാശർ, അത് ഡയറക്റ്റായിട്ട് സ്വാധീനം ചെലുത്താൻ. അലൽ ജംഹൂർ, സാധാരണക്കാരെ. യുംകിൽ ഖൗൽ, ഇങ്ങനെ പറയാൻ സാധിക്കും. മിന്നൽ ഉസ്ലൂബ്, ശൈലി. അല്ലദി ഇസ്തഖ്ദമഹു തൗഫീഖുൽ ഹക്കീം ഉപയോഗിച്ച ശൈലി ഫിൽ മസ്റഹിയയിൽ കാന യഹ്ദുഫു ഇലാ തഖ്രീബിൽ മൗദൂഅ മിനൽ ജംഹൂർ, അത് വിഷയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിക്കുന്നൊരു ശൈലിയാണ്. വ ഈസാലി റിസാലത്തിഹി, തൻ്റെ സന്ദേശം എത്തിക്കാൻ പറ്റിയ. ബിശക്ലിൻ ഫആലിൻ, വളരെ ക്രിയാത്മകമായി. ദൂന തഅഖീദിൽ ഉമൂരി, കാര്യങ്ങൾ സങ്കീർണമല്ലാത്ത. വഹുവ മാ യഅ്തബിറുഹുൽ ബഅദ്, അതിനെ ചിലർ പരിഗണിക്കുന്നു, കണക്കാക്കുന്നു. നൗഅൻ മിനത്ത് തശ്വീഖ്, അതൊരു സസ്പെൻസ് എന്ന രൂപത്തിൽ. വൽ ഇസാറ, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ. വത്തഅ്സീറുൽ മുബാശർ, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രൂപത്തിലാണ്. അലൽ മശാഇർ, ഫീലിംഗ്സിനെ. വമിൻ ജാനിബിൻ ആഖർ, മറ്റൊരു നിലക്ക് നോക്കിയാൽ യതമയ്യസു ഉസ്ലൂബുൽ മസ്റഹിയ്യ ബിൽ ഉംഖി ദലാലി, അതിൻ്റെ ആശയപരമായിട്ട് ആഴം ആ മസ്റഹിയുടെ ശൈലിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വ്യതിരിക്തമാകുന്നൊരു ശൈലിയാണ്. ഹൈസ് യക്ഷിഫു അൻ ഫൽസഫത്തുൽ മൗത്ത്, അവിടെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. മരണമെന്ന ഫിലോസഫി. വൽ മശാഇറുൽ മുതറത്തിബ അലൈഹി, അതോടൊപ്പം മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഫീലിങ്സുകളെയും. വയുസവ്വിറുൽ ഹയാത്ത, ജീവിതത്തെയും വിവരിക്കുന്നു. ബി ജവാനിബിഹ അൽ മുഖ്തലിഫ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ. കൽ ഹുബ്ബ്, പ്രണയം. വത്തമോഹ്, ആഗ്രഹം. വത്തഅല്ലുഖ് ബിൽ ഹയാത്ത്, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയും. അടുത്ത അർ-റുഇയ അൽ ഫൽസഫിയ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിലോസഫി എന്ന ആശയം, അതിലെ കാഴ്ചപ്പാട്. തുഅദ്ദു മസ്റഹിയത്തുൽ ലഅബത്തുൽ മൗത്ത് ലിതൗഫീഖിൽ ഹക്കീം മിനൽ അഅമാൽ
അല്ലത്തി തതമത്തഉ ബിറുഇയ ഫൽസഫിയ അമീഖ, ആഴമേറിയ ഫിലോസഫി തിയറികളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വർക്കാണ് തൗഫീഖുൽ ഹക്കീമിൻ്റെ ലഅബത്തുൽ മൗത്ത് എന്ന മസ്റഹിയ. യസ്തഖ്ദിമുൽ ഹക്കീമുൽ അഹ്ദാസ് അദ്റാമിയ, ഇവിടെ തൗഫീഖുൽ ഹക്കീം ഉപയോഗിച്ചിട്ടുള്ള ഈ ഡ്രാമ കഥകൾ, വശഖ്സിയാത്ത് ഫിൽ മസ്റഹിയ, മസ്റഹിയിലെ കഥാപാത്രങ്ങൾ, അതൊക്കെയും വസീലത്തിൻ ഒരു മാധ്യമമാണ് ലിനഖ്ലി റുഅയതിഹി അൽ ഫൽസഫിയ, തൻ്റെ ഫിലോസഫി നിറഞ്ഞ കാഴ്ചപ്പാടുകളെ കൈമാറ്റം ചെയ്യാൻ. ആരെപ്പറ്റിയുള്ള ഫിലോസഫി? ഹൗലൽ മൗതി വൽ ഹയാത്ത്, മരണം ജീവിതം എന്നതിനെക്കുറിച്ചുള്ള. യുസല്ലിത്തുൽ ഹക്കീമുൽ ദൗഅ, ഇവിടെ തൗഫീഖുൽ ഹക്കീം വെളിച്ചം വീശുകയാണ് അല അഹമ്മിയത്തി ആദമി ഇളാഅത്തിൽ വഖ്തി ഫിൽ ഉമൂരി താഫിഹ, നിലവാരം കുറഞ്ഞ കാര്യങ്ങളിൽ സമയം വെറുതെ നശിപ്പിക്കാൻ പാടില്ല, അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ബൽ യജിബു എന്നാൽ നിർബന്ധമാണ് അൻ നഈശ ഹയാതനാ ബി അക്മലിഹ, നാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കണമെന്നുള്ളത്. തുസല്ലിത്തുൽ മസ്റഹിയ ദൗഅ, അതോടൊപ്പം ഈ മസ്റഹിയ വെളിച്ചം വീശുന്നു അല അഹമ്മിയത്തുൽ വഖ്തി, സമയം വളരെ മൂല്യമുള്ളതാണ്. വഖസ്രി മുദ്ദത്തിൽ ഹയാത്തി, ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ഹൈസു തുജഅലു ശഖ്സിയാത്ത് തുദ്രികു അൽ വഖ്ത്, അതോടൊപ്പം ഓരോ കഥാപാത്രങ്ങളും ഓരോ ശഖ്സിയാത്തുകളെയും അവ ആക്കിയെടുക്കുന്നു, തുദ്രിക്കു മനസ്സിലാക്കുന്നതായിട്ട്. അന്നൽ വഖ്ത ഹുവ അസ്മനു മാ യംലികൂൻ, താൻ സ്വയത്തമാക്കിയതിൽ ഏറ്റവും സമ്പന്നം അത് സമയമാണ്. വഅന്ന അലൈഹിം അൽ ഐഷ്, അവർക്ക് എല്ലാവർക്കും ജീവിക്കുക എന്ന നിർബന്ധമാണ്. ബിഹിക്മ, വളരെ തത്വത്തോടു കൂടി. വസ്തിഗ്ലാലിൽ വഖ്തി, സമയത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. ബിശക്ലിൻ മുലായിമിൻ, അനുയോജ്യമായ രൂപത്തിൽ. ഹാദാ യത്തളിഹു മിൻ ഖിലാലി ശഖ്സിയത്തിൽ മുഅർരിഖ്, ഇത് നമുക്ക് ആ ചരിത്രകാരൻ എന്ന കഥാപാത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലദീ യുദ്രികു, അദ്ദേഹം ഗ്രഹിക്കുന്നുണ്ട്, അന്ന മൗതഹു ഖരീബ്, തൻ്റെ മരണം അടുത്താണ്. വയുഹാവിൽ ഇസ്തിസ്മാർ അൽ വഖ്തിൽ മുതബഖി ലഹു, എന്നാൽ അവശേഷിക്കുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം. ബിശക്ലിൻ മുഫീദിൻ മുമയ്യിസിൻ, അത് വളരെ പോസിറ്റീവായ നിലയിൽ. കമയുറക്കിസുൽ ഹക്കീം അല മഫ്ഹൂമിൽ ഹുർരിയ വൽ മസ്ഊലിയ, അതോടൊപ്പം തൗഫീഖുൽ ഹക്കീം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്വാതന്ത്ര്യം, ഉത്തരവാദിത്തം എന്ന ധാരണകളെപ്പറ്റി. അലാ ദറൂറത്തിൻ അലൽ ഇൻസാൻ, മനുഷ്യന് നിർബന്ധമാണ്, അനിവാര്യമാണ് തഹമ്മുലിൽ മസ്ഊലിയാത്ത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അല്ലത്തി തനാവലത്ത് ഹൽ മസ്റഹിയ, അത് മസ്റഹിയ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ബി ഖുസൂസി മൗദൂഇൽ മൗതി വൽ ഹയാത്ത്, മരണം ജീവിതം എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യുന്നിടത്ത്. വയുസല്ലിത്തു ദൗ, അതോടൊപ്പം വെളിച്ചം വീശുന്നു അലാ ദറൂറത്തിൽ ഇൻസാൻ, മനുഷ്യന് നിർബന്ധമാണ് അയകൂനു ഹുർറൻ, അവൻ സ്വതന്ത്രനായി തീരണം. ഫി ഇഖ്തിയാറാത്തിഹി, തൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ. വ അഫ്ആലിഹി, തൻ്റെ പ്രവൃത്തികളിൽ. റഗ്മൽ ദുറൂഫിൽ ഖാരിജിയ, മറ്റു പുറമെ നിന്നുള്ള സ്വാധീനങ്ങൾ ഉണ്ടായാൽ പോലും. യറൽ ഹക്കീം അൽ മൗത, മരണത്തെ ഹക്കീം കാണുന്നു. ലൈസ നിഹായത്തൽ ഹയാത്തി, ജീവിതത്തിൻ്റെ അന്ത്യമല്ലാത്ത രൂപത്തിൽ. ബൽ, എന്നാൽ ഹുവ ബിദായത്തുൻ ജദീദ, അതൊരു പുതിയ തുടക്കമാണ്. ഹൈസു യജിബ് അലൈന, നമുക്കെല്ലാവർക്കും നിർബന്ധമാണ് അന്നുദ്രിക്കാൻ അൽ മൗത്ത്, മരണം എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയുക എന്നുള്ളത്. അത് ജുസ്ഉം മിൻ ദൗറത്തിൽ ഹയാത്തി, ജീവിതം എന്ന കറക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. വഅന്നഹു ലാ യഅനി, അതിൻ്റെ അർത്ഥം അന്നിഹായൽ, അർത്ഥമാക്കുന്നില്ല അന്നിഹായൽ കാമില, ഒരു പരിപൂർണ്ണ അന്ത്യമായിട്ട് മരണം ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ബല്യക്കൂരു ബിദായത്തൻ, എന്നാൽ അത് ആരംഭമാണ്. ലി ഹയാത്തിൻ ജദീദത്തിൻ, പുതിയ ഒരു ജീവിതത്തിൻ്റെ. യദുൽ ഹക്കീമു ശഖ്സിയാത്ത് വൽ ജുംഹൂർ, എല്ലാ ക്യാരക്ടർ കഥാപാത്രങ്ങളെയും പൊതുജനത്തെയും അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഇലാ ഫഹ്മിൻ, ഒരു കാര്യം ഗ്രഹിക്കാൻ. ഇന്നൽ മൗത, മരണം എന്നുള്ളത് ജുസ്ഉൻ ലാ യതജസ്സഉ മിനൽ ഹയാത്ത്, ജീവിതത്തിൽ നിന്ന് വേർപ്പെടാത്ത ഒരു ഭാഗമാണെന്ന്. വഅന്നഹു യംബഗി ലിൽ ഫർദ്, ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് അയ്യുവാജിഹു, ആ മരണത്തെ നേരിടുക എന്നുള്ളത്. ബിസഫാഇ ദിഹ്നി, തെളിഞ്ഞ മനസ്സോടെ. വയതഖബ്ബലുഹു, അതിനെ സ്വീകരിക്കുക. കജുസ്ഇൻ മിന ത്വബീഅ അൽ ബശരിയ, മനുഷ്യ പ്രകൃതിയുടെ ഭാഗം എന്ന നിലക്ക്. തുവല്ലിഹു ഹാദിഹി റുഇയ അൽ ഫൽസഫിയ, ഈ ഒരു ഫിലോസഫിയുടെ ഈ ഒരു കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നത്. ഫിൽ മസ്റഹിയ, ഈ മസ്റഹിയയിൽ. മിൻ ഖിലാലി ശഖ്സിയാത്തിഹ വഹദാസിഹ, ഇതിലുള്ള കഥാപാത്രങ്ങളിലൂടെയാണ്, ഇതിലുള്ള സംഭവങ്ങളിലൂടെയാണ്. ഹദീസുൻ ഹൈസു തുജസ്സിദു ശഖ്സിയത്തുൽ മുഅർരിഖ്, എത്രത്തോളം ഈ ഒരു മുഅർരിഖ് എന്ന ഈ ഒരു കഥാപാത്രം അദ്ദേഹം അഭിനയിക്കുന്നു. അല്ലദീ യുദ്രികു ഖുർബ ഹുലൂലി മൗതിഹി, തൻ്റെ മരണത്തിൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടുകൂടി. അദ്ദേഹം പ്രയത്നിക്കുന്നുണ്ട്. ലിസ്തിസ്മാരിൽ വഖ്തിൽ മുതബഖി ലദൈഹി, തൻ്റെ അടുക്കൽ അവശേഷിക്കുന്ന സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ബി അഫ്ദലി ത്വരീഖത്തിൻ മുംകിന, സാധ്യമായ ഏറ്റവും നല്ല വഴിയിലൂടെ. വശഖ്സിയത്തു ക്ലിയോപാട്ര എന്ന വ്യക്തിത്വം, ക്യാരക്ടർ. അല്ലത്തി തബ്ഹസു അനിൽ ഹുബ്ബ്, അവൾ അന്വേഷിക്കുന്ന സ്നേഹത്തെയാണ്. വസ്സആദ, സൗഭാഗ്യത്തെയാണ്. ഫി ഹയാത്തിഹ അൽ മഹ്ദൂദ, ലിമിറ്റഡ്, തൻ്റെ ലൈഫിലെ പരിമിതമായ തൻ്റെ ജീവിതത്തിനുള്ളിൽ. അവിടെ പഠിച്ച കാര്യങ്ങൾ. മുഅർരിഖുൻ ഇന്തിഖാമിയുൻ യഖ്ദഉ റാഖിസ തുദ്അ ക്ലിയോപാട്ര എന്ന് വിളിക്കപ്പെടുന്ന റാഖിസയെ വഞ്ചിക്കുന്ന ഒരു ഇന്തിഖാമിയായ ഒരു പ്രതികാര മനോഭാവമുള്ള ഒരു ചരിത്രകാരൻ. അവിടെ നമുക്ക് ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. യതഖയ്യൽ മുഹാവലാത്തുഹ ലി ഖത്ലിഹി, അയാൾ വിചാരിക്കുന്നു തന്നെ വധിക്കാൻ അവൾ ഒരുങ്ങുന്നുണ്ടെന്ന്, അവൾ ശ്രമിക്കുന്നുണ്ടെന്ന്. തുദ്രികു ഹുബ്ബഹ ലഹു, പിന്നീട് അവളുടെ സ്നേഹം, അദ്ദേഹത്തോടുള്ള
അവളെ സ്നേഹം അവൾ തിരിച്ചറിയുന്നു. യതവഖഫ് അനിൽ ഇന്തിഖാം, അതോടുകൂടി അയാൾ പ്രതികാരത്തിൽ മാറി നിൽക്കുന്നു. അൽ മൗത്തുൽ ഹഖീഖി, യഥാർത്ഥ മരണം. ലൈസ മൗത്തുൽ ജസദി ബൽ മൗത്തുൽ അഫ്കാരി, അത് ശരീരത്തിൻ്റെ മരണമല്ല, ചിന്തകളുടെ മരണമാണ്. അൽ ഹുബ്, പ്രണയമെന്നത്. അത്തഅബീർ, അത് ഗൈറുൽ മഷ്റൂത്ത്, നിബന്ധനകൾക്ക് അതീതമായിട്ടാണ് അവ ഉണ്ടാവേണ്ടത്. അൽ ഇന്തിഖാം, പ്രതികാരം. യൻഷഉൽ ഇക്തിആബ്, അത് പലപ്പോഴും ഇക്തിആബിൽ നിന്നുണ്ടാണ്. ഇക്തിആബ് എന്നാൽ വിഷാദങ്ങളിൽ നിന്ന്. അത്തഗയ്യുറാത്ത് നഫ്സിയ വൽ അഖ്ലാഖിയ, അതോടൊപ്പം നമ്മളിവിടെ ഇതിൽ മനസ്സിലാക്കിയ സംഗതിയാണ് ധാർമ്മിക മാനസികമായിട്ടുള്ള ചില മാറ്റങ്ങൾ. ലുഗ ബസീത വാദിഹ, ഇതിൽ നമ്മൾ മനസ്സിലാക്കി ഇയാളുടെ ഡ്രാമ എന്നുള്ളത് വളരെ സിമ്പിളായ ലളിതമായ ഭാഷയാണ്. അൽ മൗതു കജുസുഇൻ മിന ത്വബീഅ അൽ ബശരിയ, ഈ ഡ്രാമയെന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കി, മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് മരണം എന്നുള്ളത്. ആലിയത്തുൽ ജദൽ ലിതൻഷഅ തശ്വീഖ് വൽ ഇസാറ വത്തഅ്സീർ അൽ മുബാശറ അൽ മശാഇർ, ഇവിടെ അദ്ദേഹം തൻ്റെ ഈ ഒരു ഡ്രാമയിൽ അദ്ദേഹം തർക്കം എന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ മെക്കാനിസത്തിലൂടെ സർപ്രൈസും എക്സൈറ്റ്മെൻറ്റും ഡയറക്റ്റ് ഇൻഫ്ലുവൻസും ഇവിടെ മഷായറിനെ പറ്റി ഒക്കെയുള്ള അതിന് മേലൊക്കെയുള്ള സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അഹമ്യത്തുൽ വക്തി വ ഖസ്റു മുദ്ദത്തിൽ ഹയാത്തി, ജീവിതത്തിൻ്റെ വലിപ്പം കുറവാണെന്ന കാര്യം, അതോടൊപ്പം സമയം വളരെ പ്രധാനമുള്ളതാണെന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അൽ ഹുരിയ വൽ മസ്ഊലിയ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ഉത്തരവാദിത്തത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഡ്രാമ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ. ഇനി അവിടെ 15 ചോദ്യങ്ങളുണ്ട്. മാ ഹുവൽ മൗദൂഉർ റഈസി ലിൽ മസ്റഹിയ്യ ലഅബത്തുൽ മൗത്ത്, ലഅബത്തുൽ മൗത്ത് എന്ന മസ്റഹിയുടെ പ്രധാന വിഷയം എന്താണ്? മൻഹും അഷ്ശഖ്സിയാത്തുർ റഈസിയ്യ ഫിൽ മസ്റഹിയ്യ ലഅബത്തുൽ മൗത്ത്, ഈ ഡ്രാമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മാ ഹിയ മിഹ്നത്തു ക്ലിയോപാട്ര, ക്ലിയോപാട്രയുടെ ജോബ് എന്താണ്, പ്രൊഫഷൻ എന്താണ്? ഐന തഅമലു ക്ലിയോപാട്ര, ക്ലിയോപാട്ര എവിടെയാണ് ജോലി ചെയ്യുന്നത്? വസ്ഫു ഷഖ്സിയത്തി ക്ലിയോപാട്ര, ക്ലിയോപാട്രയുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള വർണ്ണനകൾ എന്തൊക്കെയാണ്? മാ അസ്ബാബ് ഇക്തിആബിൽ മുഅർരിഖ് വഖിർഹിഹി ലിൽ ഹയാത്തി, ജീവിതത്തോടുള്ള മുഅർരിഖിൻ്റെ വെറുപ്പും മുഅർരിഖിൻ്റെ ചരിത്രകാരൻ്റെ ആ ഒരു ഡിപ്രഷൻ്റെയും കാരണം എന്താണ്? ഐന യൽതഖിയൽ മുഅർരിഖു വ ക്ലിയോപാട്ര, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ്, സംഗമിക്കുന്നത്? മാദാ ഫഅൽ മുഅർരിഖു അവ്വലൻ ലി ഖദാഇ ക്ലിയോപാട്ര, ക്ലിയോപാട്ര വഞ്ചിക്കാൻ വേണ്ടി ചരിത്രകാരൻ ചെയ്ത പണി എന്താണ്? മാദാ തഅതി ബിഹി ക്ലിയോപാട്ര ലിമാർസ് റഖ്സ ക്ലിയോപാട്ര അൽ ഖദീമ, ഈ റാക്കിസയായ ക്ലിയോപാട്ര പഴയ രാജ്ഞിയായ ക്ലിയോപാട്രയോട് റക്സിൽ പരിശീലിക്കാൻ വേണ്ടി എന്താണ് കൊണ്ടുവന്നത്? ലിമാദ ലം യസ്തതിഅൽ മുഅർരിഖൻ നൗമ തിൽക്കൽ ലൈല, എന്തുകൊണ്ട് ആ രാത്രി മുഅർരിഖിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല? മൻഹും അന്റോണിയോ വ സയ്യിദ അൽ ബദനിയ, ആരാണ് അവിടുത്തെ ആന്റണിയും ആ സയ്യിദ് അൽ ബദനിയും ആരാണ്? ഇല ഐന ലം തർഗബ് ക്ലിയോപാട്ര ഫി ദഅവത്തിൽ മുഅർരിഖ്, എന്തുകൊണ്ടാണ് ക്ലിയോപാട്ര ആ മുഅർരിഖിനെ ക്ഷണിക്കാൻ താല്പര്യപ്പെടാതിരുന്നത്? മാദാ യസ്തഖ്ദിമുൽ മുഅർരിഖു ലി തസ്ജീൽ അഹാദീസ് വൽ അഹ്ദാസ്, സംഭവങ്ങളെയും സംസാരങ്ങളെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മുഅർരിഖ് എന്താണ് ഉപയോഗപ്പെടുത്തിയത്? ഉദ്കുർ അസ്മാ അഷ്ശഖ്സിയത്തി താരിഖിയ്യ അല്ലത്തി യതിമ്മു ദിക്റഹ ബിശക്ലിൻ മുതകർറിറിൻ ഫിൽ മസ്റഹിയ്യ, ആ ഡ്രാമയിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ചില ചരിത്രപരമായ പേരുകളുണ്ട്, വ്യക്തികളുടെ പേരുകളുണ്ട്, അതേതൊക്കെയാണ്? മാദാ തഫ്അലു ക്ലിയോപാട്ര ബിൽ വസിയ്യ, എന്താണ് ക്ലിയോപാട്ര തനിക്ക് ലഭിച്ച വസിയത്ത് ചെയ്തത്? ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബ്ലോക്ക് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ലിമാദ ലം യസ്തതിഅൽ മുഅർരിഖ നൗമ തിൽക്കൽ ലൈല, എന്തുകൊണ്ട് ആ രാത്രി മുഅർരിഖിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല? മൻഹും ആന്റോണിയോ വ സയ്യിദ അൽ ബദനിയ, ആരാണ് അവിടുത്തെ ആന്റണിയും ആ സയ്യിദ് അൽ ബദനിയും ആരാണ്? ഇല ഐന ലം തർഗബ് ക്ലിയോപേട്ര ഫി ദഅവത്തിൽ മുഅർരിഖ്, എന്തുകൊണ്ടാണ് ക്ലിയോപേട്ര ആ മുഅർരിഖിനെ ക്ഷണിക്കാൻ താല്പര്യപ്പെടാതിരുന്നത്? മാദാ യസ്തഖ്ദിമുൽ മുഅർരിഖു ലി തസ്ജീൽ അഹാദീസ് വൽ അഹ്ദാസ്, സംഭവങ്ങളെയും സംസാരങ്ങളെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മുഅർരിഖ് എന്താണ് ഉപയോഗപ്പെടുത്തിയത്? ഉദ്കുർ അസ്മാ അശ്ശഖ്സിയ്യാത്തി താരിഖിയ്യ അല്ലത്തി യതിമ്മു ദിക്റഹ ബിശക്ലിൻ മുതകർറിറിൻ ഫിൽ മസ്റഹിയ്യ, ആ ഡ്രാമയിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ചില ചരിത്രപരമായ പേരുകളുണ്ട്, വ്യക്തികളുടെ പേരുകളുണ്ട്. അതേതൊക്കെയാണ്? മാദാ തഫ്അലു ക്ലിയോപേട്ര ബിൽ വസിയ്യ, എന്താണ് ക്ലിയോപേട്ര തനിക്ക് ലഭിച്ച വസിയത്ത് ചെയ്തത്? ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബ്ലോക്ക് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് അവിടുത്തെ ആന്റണിയും ആ സയ്യിദ് അൽ ബദനിയും ആരാണ്? ഇല ഐന ലം തർഗബ് ക്ലിയോപേട്ര ഫി ദഅവത്തിൽ മുഅർരിഖ്, എന്തുകൊണ്ടാണ് ക്ലിയോപേട്ര ആ മുഅർരിഖിനെ ക്ഷണിക്കാൻ താല്പര്യപ്പെടാതിരുന്നത്? മാദാ യസ്തഖ്ദിമുൽ മുഅർരിഖു ലി തസ്ജീൽ അഹാദീസ് വൽ അഹ്ദാസ്, സംഭവങ്ങളെയും സംസാരങ്ങളെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മുഅർരിഖ് എന്താണ് ഉപയോഗപ്പെടുത്തിയത്? ഉദ്കുർ അസ്മാ അശ്ശഖ്സിയ്യാത്തി താരിഖിയ്യ അല്ലത്തി യതിമ്മു ദിക്റഹ ബിശക്ലിൻ മുതകർറിറിൻ ഫിൽ മസ്റഹിയ്യ, ആ ഡ്രാമയിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ചില ചരിത്രപരമായ പേരുകളുണ്ട്, വ്യക്തികളുടെ പേരുകളുണ്ട്. അതേതൊക്കെയാണ്? മാദാ തഫ്അലു ക്ലിയോപേട്ര ബിൽ വസിയ്യ, എന്താണ് ക്ലിയോപേട്ര തനിക്ക് ലഭിച്ച വസിയത്ത് ചെയ്തത്? ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ബ്ലോക്ക് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.